സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, വിറ്റ്നസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം, നല്ല ഒരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. നമുക്കറിയാമല്ലോ, വിറ്റ്നസിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്നത് മിഷൻ ഫീൽഡിലുള്ള ദേവദാസന്മാരുടെ അനുഭവങ്ങളാണ്. ഇന്നും നമുക്ക് ഉത്തരേന്ത്യയിൽ നിന്ന് ഒരു നല്ല ജീവിതാനുഭവം, ദീർഘവർഷങ്ങളായിട്ട് നോർത്ത് ഇന്ത്യയുടെ പല ഭാഗത്ത് കർത്താവിൻ്റെ സേവയിലായിരിക്കുന്ന ഒരു വാത്സല്യ ദേവദാസനാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ ഈ സെഷൻ കർത്താവ് നമുക്കിങ്ങനെ ഒരുക്കിയതിനെ ഓർത്ത് നമുക്കൊന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മെ സ്പർശിക്കേണ്ടതിന്, ദൈവമഹത്വം നമ്മൾ ഓരോരുത്തരും അനുഭവിക്കേണ്ടതിനായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. വിറ്റ്നസിൻ്റെ ഒരു പുതിയ കർത്താവ് എപ്പിസോഡും കൂടി ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. പ്രത്യേകിച്ച് ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന അവിടുത്തെ ശ്രേഷ്ഠദാസൻ പ്രിയ ജോൺസൺ പാസ്റ്റർക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്ന കർത്താവ്. തൻ്റെ ജീവിതത്തിൽ തന്നെ കടന്നുപോയ അനുഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് ആത്മീക ബലത്തിന് കാരണമായി തീരണം. വലിയ ദൈവമഹത്വം ഞങ്ങളുടെ മേൽ വെളിപ്പെടണം. ഞങ്ങളുടെ കുറവശങ്ങളെ ക്ഷമിച്ച് അവിടുത്തെ നാമം മഹത്വപ്പെടണം. അങ്ങനെ ചെയ്യുവാൻ അവിടുന്ന് വിശ്വസ്തനാകിയാൽ സ്തോത്രം. പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ ആശീർവാദ പ്രാർത്ഥന വരെ പ്രത്യേക സാന്നിധ്യം ഉണ്ടാകണം. സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സഹായിച്ചട്ടപ്പ, വൻ കാര്യങ്ങളെ ചെയ്താട്ടെ. യേശു മൂലം ഞങ്ങൾ താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ നമുക്ക് ഇന്നും നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു നല്ല ജീവിതാനുഭവം നമ്മളൊന്നിച്ച് കേൾക്കാൻ പോവുകയാണ്. നമ്മോടൊപ്പം പ്രിയ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺസൺ എൻ ജോസഫ് ദില്ലിയിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. വളരെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ കർത്താവിൻ്റെ ദാസനെ ഈ നമ്മുടെ വിറ്റ്നസിൻ്റെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം പാസ്റ്റർ. പ്രൈസ് ലോർഡ്. ഡൽഹിയിലാണല്ലേ? ശരി. ഡൽഹിയിലെ സമരത്തിന്റെ ചൂടൊക്കെ കഴിഞ്ഞോ പാസ്റ്ററെ? സമരത്തിന്റെ ചൂടെല്ലാം കഴിഞ്ഞു. അതെ, എനിക്ക് തോന്നുന്നു ഡൽഹിയുടെ ചരിത്രത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സമരമായിരുന്നു അല്ലേ? അതെ, ഡൽഹി കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു സമരമായിരുന്നു. അതെ, ഇന്ത്യയിലെ വലിയ മാറ്റങ്ങൾ ഈ ദിവസങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. പാസ്റ്ററെ, നേരത്തെ നമ്മൾ സംസാരിച്ചപ്പം പറഞ്ഞു സമരമായതുകൊണ്ട് അവിടെ എല്ലാം റോഡ് ബ്ലോക്കും ഒക്കെ ആയിരുന്നു. പാസ്റ്റർ താമസിക്കുന്ന ഹരിയാന ബോർഡറിലാണ് അല്ലേ? ഞാൻ ഹരിയാന ബോർഡർ ബദർപൂർ എന്ന് പറയും. ഇത് ഫൈസാബാദിന്റെ നോയിഡയുടെ അടുത്താണ്. നോയിഡയ്ക്കൊക്കെ അടുത്തായിട്ടാണ്. യുപിയും ഹരിയാനയും അടുത്താണ്. യുപി ഹരിയാനയൊക്കെ അടുത്ത. എനിക്കൊന്ന് ഖാസിയാബാദ്, ഗുർഗാവ് അല്ലേ, ഇതൊക്കെ എല്ലാം ഒരു ഏരിയ ആണല്ലേ. ഞാൻ കുറച്ച് ഡൽഹി വന്നിട്ടുള്ളൂ, ഒരു നാലഞ്ച് പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് വലിയ പരിചയങ്ങൾ ഡൽഹിയെ കുറിച്ചില്ല. നാട്ടിലെവിടെയാ പാസ്റ്ററെ? നാട്ടില് ഞാന് പിറവത്തിനടുത്ത് നീർപ്പാറ എന്ന് പറയും. ഓ, അത് ശരി. ഈ പിറവവും അധികം ഒരു കാലത്ത് പെന്തക്കോസ്ത് സാന്നിധ്യം ഇല്ലാതിരുന്ന ഒരു ദേശമാണ്. അതെ അതെ, തീർച്ചയായും. അതെ, ഇപ്പോഴാണ് സഭകളൊക്കെ വളർന്നു വരുന്നത്. സ്തോത്രം. ദൈവം എല്ലായിടത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു പാസ്റ്ററെ. കാരണം സുവിശേഷ രാജ്യം വളരുന്നതല്ലേ. കർത്താവ് തന്നെ ഉപമയെ പറഞ്ഞത്, ഒരു സ്ത്രീ ഈ എന്താ നമ്മൾ ഖമീർ എന്ന് പറയത്തില്ലേ ഹിന്ദിയിൽ, പുളിപ്പല്ലേ, മാവിൻ്റെ അകത്ത് ഈസ്റ്റ് ചേർത്ത് വെച്ചൊരു കഥ മാത്യു 13 പറയുന്നുണ്ടല്ലോ. അത് ദൈവരാജ്യം ആ മാവ് വർദ്ധിച്ചു വന്നെന്ന, ഒതുക്കാൻ കഴിയാതെ വർദ്ധിക്കുന്ന ദൈവരാജ്യം. നമുക്ക് പാസ്റ്റർ അനുഭവങ്ങൾ കേൾക്കാം. പാസ്റ്റർ പുറത്തു നിന്നാന്ന് പറഞ്ഞു. പെന്തക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നോ? അല്ലായിരുന്നു. അപ്പോൾ വിശ്വാസ ജീവിതത്തിലേക്കൊക്കെ വന്ന അനുഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് കേൾക്കണം. അതുപോലെ തന്നെ എനിക്കറിയാം ഗുജറാത്തിലും പല സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വേല ചെയ്തു. അപ്പോൾ ആ വേലയുടെ അനുഭവങ്ങൾ കേൾക്കണം. ഗുജറാത്തിൽ വെച്ചൊക്കെ വലിയ ഹൃദയഭേദകമാകുന്ന ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയി അല്ലേ? അതെ, പ്രത്യേകിച്ചും ഗുജറാത്ത് ഭൂകമ്പത്തിൻ്റെ സമയത്തൊക്കെ വലിയ പ്രതിസന്ധി നേരിട്ടു. ദൈവം സഹായിക്കട്ടെ. പാസ്റ്റർക്ക് കുടുംബത്തെയൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താം. മാതാപിതാക്കളും പാസ്റ്റർ കുടുംബമൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി ജീവിതാനുഭവങ്ങൾ ചെറിയ പ്രായം മുതലുള്ളത് പറയാം കേട്ടോ. അപ്പൊ ഞാൻ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഇനി ചോദ്യങ്ങൾ ചോദിക്കത്തുള്ളൂ. പാസ്റ്റർക്ക് കണ്ടിന്യൂ ചെയ്യാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ
രാവിലെ സമയം ആസാദ് പ്രെയർ ലൈനിലേക്ക് എന്നെ സാക്ഷ്യത്തിനായിട്ട് ക്ഷണിച്ച പ്രിയ കർത്തദാസന എൻ്റെ നന്ദി ഞാൻ ആദ്യമായിട്ട് അറിയിക്കുന്നു. ഒപ്പം തന്നെ ഞങ്ങളെ ശ്രമിക്കുന്ന കർത്താവിൻ്റെ മക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഈ മധ്യാഹ്ന സമയത്തോടടുത്ത ഈ സമയം ഞാൻ എൻ്റെ അനുഭവങ്ങളും എൻ്റെ ചെറിയ സാക്ഷ്യങ്ങളും നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പേര് ജോൺസൺ എന്നാണ്. ഞാൻ നാട്ടില് പിറവത്തിനടുത്ത് നീർപ്പാറ എന്ന് പറയും. ഇന്ത്യൻ പെന്തക്കോസ്റ്റ് ചർച്ച് ഓഫ് ഗോഡ് IPCയോടുള്ള ബന്ധത്തിലാണ് ഞാൻ സ്നാനമേൽക്കുവാനും രക്ഷിക്കപ്പെടുവാനൊക്കെ കർത്താവ് എന്നെ സഹായിച്ചത്. എൻ്റെ ചെറുപ്രായത്തില് എൻ്റെ ഒരു സ്നേഹിതൻ മുഖാന്തരമാണ് യേശുവിലേക്ക് ഞാൻ കടന്നു വന്നത്. ഞാനത് ഒന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ തന്നെ എൻ്റെ കുടുംബത്തെ ഞാൻ ആദ്യം വന്ന് പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ വൈഫ് നിഷ എന്ന് പറയും. തിരുവല്ല രാജുപൂക്കാല പാസ്റ്റർ ചർച്ചിന്റെ മെമ്പറാണ് പ്രിയപ്പെട്ടവള്. തിരുവല്ലയിൽ തോലശ്ശേരിയിലാണ് അവരുടെ വീട്. പിന്നെ എനിക്ക് 2 പെൺകുട്ടികളാണ്. മൂത്തവൾ ആഷിമ, രണ്ടാമത്തെ ആള് പ്രിസ്കില്ല. മൂത്ത മോള് റേഡിയോളജി കഴിഞ്ഞു, രണ്ടാമത്തെ മോള് +2 കഴിഞ്ഞു. ഈ കഴിഞ്ഞ നീറ്റിന്റെ എക്സാം കഴിഞ്ഞ് ഇരിക്കുക. ദൈവം ഞങ്ങളെ ഇത്രത്തോളം ക്ഷേമമായി പരിപാലിച്ചു. ഞാൻ ചെറുപ്രായത്തില് 17-ാമത്തെ വയസ്സിലാണ് എനിക്ക് രക്ഷിക്കപ്പെടുവാൻ ദൈവം കൃപ നൽകിയത്. അതെൻ്റെ ഒരു സ്നേഹിതൻ മുഖാന്തരം. അദ്ദേഹം എന്നെ കൺവെൻഷനൊക്കെ കൂട്ടിക്കൊണ്ടു പോകുമ്പോഴൊക്കെ കൺവെൻഷന്റെ സമയങ്ങളിൽ കൈ പൊക്കി രക്ഷിക്കപ്പെടുന്ന ഒരു കരങ്ങൾ ഉയർത്താൻ പറയും. അങ്ങനെ എന്നെ പിടിച്ചുകൊണ്ട് പോയി സ്റ്റേജിന്റെ ഫ്രണ്ടിൽ നിർത്തുകയും ബലമായിട്ട് ഇവിടെ കൈ ഉയർത്തലാന്ന് പറഞ്ഞ് ബലം അങ്ങനെ ഉയർത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാലും കൂടുതലും നമ്മൾ ദൈവത്തോട് അടുക്കാതെ ഇരുന്നൊരു സമയങ്ങളാണ്. എന്നാൽ ഒരു ദിവസം എൻ്റെ വീടിന്റെ തൊട്ടടുത്തൊരു പെന്തക്കോസ്റ്റ് ഫാമിലിയാ താമസിക്കുന്നത്. അവര് പുറത്തുനിന്ന് വന്നവരാ. അവരുടെ വാടകയ്ക്ക് താമസിക്കുന്ന ആ സമയത്ത് അവർ വീട് പണിയുക. അപ്പൊ വീട് വാടകയ്ക്ക് താമസിക്കുന്ന സമയത്ത് ഞാൻ ഈ പലപ്പോഴും അവിടുത്തെ കോട്ടയം മീറ്റിങ്ങിന്റെ ശബ്ദങ്ങളൊക്കെ കേൾക്കാം. ഒരിക്കലും അവിടുത്തെ ഒരു ബ്രദർ എന്നോട് പറഞ്ഞു, ജോൺസൺ ഞങ്ങളുടെ വീട്ടിൽ കോട്ടയം മീറ്റിംഗ് നടത്തുക, ജോൺസൺ വരുന്നോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വരാം. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് തനിച്ച് ആ മീറ്റിങ്ങിന് കടന്നുപോയി. അന്ന് ഇന്ന് നിത്യത്തിൽ വിശ്രമിക്കുന്ന തൃശ്ശൂരുള്ള ഒരു പീച്ചിയിൽ ഉണ്ടായിരുന്ന ഒരു കർത്തദാസൻ, പീച്ചി മാഷ് എന്ന് പറയും. ആ കർത്തദാസൻ അവിടെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവജനം സൂക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുകയും ഞാൻ നിങ്ങളെ കീറിക്കളയും, വെടിയിപ്പാൻ ആരും ഉണ്ടാകുകയില്ലെന്നൊരു വചനം എടുത്ത് സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പൊ ആ വചനമൊക്കെ എൻ്റെ ഹൃദയത്തിലേക്ക് പതിയുന്നുണ്ട്. ആ മീറ്റിംഗ് കഴിഞ്ഞ് അന്നത്തെ സ്നേഹ സൽക്കാരങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നു. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എൻ്റെ ഹൃദയത്തോട് ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തെ മറക്കുന്നവരെ ഈ വാക്യം ഭയങ്കരമായിട്ട് മുഴങ്ങുക. അന്ന് രാത്രി ഞാൻ തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടന്നു, പക്ഷെ ഉറങ്ങാൻ ശ്രമിച്ചില്ല. പക്ഷെ അന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഞാൻ എൻ്റെ ഭവനത്തിൽ നിന്ന് ഏകനായ വിശ്വാസത്തിലേക്ക് ഇറങ്ങി തിരിച്ചു. ആ സന്ദർഭം വളരെ വിഷമം നിറഞ്ഞൊരു സമയങ്ങളായിരുന്നു. കാരണം എൻ്റെ മാതാവും പിതാവും സഹോദരങ്ങളെല്ലാം എന്നെ എതിർക്കാൻ തുടങ്ങി. ഞങ്ങളുടെ സമുദായം ഞങ്ങളെ എതിർക്കാൻ തുടങ്ങി. ഞാൻ ആരും അറിയാതെ പള്ളിയിലേക്ക് അന്ന് പറഞ്ഞ് പോകും. ഞാൻ ബൈബിൾ ഒരു പേപ്പറിൽ പൊതിഞ്ഞ് ഞാൻ പെന്തക്കോസ്റ്റ് ഹോളിലേക്ക് പോയ ദിവസങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ സൺഡേ സ്കൂളിന്റെ ഡയറക്ടർ ഒരു ദിവസം രാവിലെ ഞാൻ പോകുന്നത് എന്നെ കണ്ടു. എന്നോട് ചോദിച്ചു, നീ എവിടെ പോവാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പെന്തക്കോസ്റ്റ് ഹോളിൽ ആരാധനയ്ക്ക് പോവാന്നുള്ള. അന്ന് ആരാധന പോയി കഴിഞ്ഞു വന്നു. എൻ്റെ ഫാദർ എന്നോട് ഒത്തിരി ദേഷ്യപ്പെട്ടു. സഹോദരങ്ങളൊക്കെ എന്നോട് സ്നേഹമില്ലാതെ വന്നു. അന്ന് രാത്രിയിൽ വൈകിയ സമയത്ത് പള്ളിയിലെ അച്ഛനുമായിട്ട് കമ്മിറ്റിക്കാർ കടന്നു വന്നു. എനിക്ക് കുറെ ഗുണദോഷങ്ങളൊക്കെ ചെയ്തു. അവർ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. പക്ഷെ എൻ്റെ ഹൃദയം അവരോട് ചേർന്നില്ല. എനിക്ക് സ്വാതന്ത്ര്യമായിട്ട് ദൈവസ്ഥാനിൽ കടന്നുപോയി ആരാധിക്കണമെന്ന ചിന്ത എന്നെ ഭരിച്ചുകൊണ്ട് പിന്നെ ഞാൻ പോകാൻ തുടങ്ങി. അങ്ങനെ ചില നാളുകൾ അവിടെ നിന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുമ്പനാട്ട് ബൈബിൾ കോളേജിൽ പഠിക്കുവാനുള്ള ഒരു അവസരം ദൈവം ഒരുക്കുന്നത്.
അന്ന് ഞങ്ങളുടെ പിറവൻ സെന്ററിൽ ഇരിക്കുന്ന പാസ്റ്റർ സണ്ണി കുര്യനായിരുന്നു. അദ്ദേഹം പിറവൻ സെന്ററിലായിരിക്കുന്ന സമയത്ത് ഒരു സ്ഥലം മാറി വന്നൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു, നയനാം ഫിലിപ്പ് എന്ന് പറയും. അദ്ദേഹം കാത്തിരിപ്പ് യോഗങ്ങളും മുഴുരാത്രി പ്രാർത്ഥനകളൊക്കെ എല്ലാ മാസവും നടത്തും. അത് പിറവൻ സെന്ററിന് വലിയൊരു ഉണർവായി മാറി. അനേക യൗവനക്കാരന്ന് കർത്താവിനിലേക്ക് കടന്നു വന്നു. അനേക ചെറുപ്പക്കാർ അഭിഷേകം പ്രാപിച്ചു. പലരും ഇന്ന് അനേക വിദേശ രാജ്യങ്ങളിലാണെങ്കിലും നിങ്ങൾ 3 ചെറുപ്പക്കാര് കർത്താവിന് വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ ആഗ്രഹിച്ചു. അതിലൊന്നൊരു സഹോദരനുണ്ട്. അദ്ദേഹം ആഫ്രിക്കയിലെ ദർശനം പ്രാപിച്ച് ആഫ്രിക്കയിലേക്ക് കടന്നുപോയി. ആഫ്രിക്കയിലെ സാംബിയയിലാണ് പ്രിയ കർത്തദാസൻ. രണ്ടാമതൊരു ദൈവദാസനാണ് ഷാജിയം പോള്. ഞങ്ങൾ അടുത്തുള്ളതാണ്, വെണ്ണിക്കുളത്തുള്ള ഷാജിയം പോള്. പിന്നെ ഞങ്ങൾ 3 പേരാണെന്ന് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട് കുമ്പനാട് ബൈബിൾ കോളേജ് പഠിക്കുവാനായി കടന്നുപോയത്. അത് 93 ഞങ്ങൾ അവിടെ എത്തുന്നത്. 1993 അവിടെ ഞങ്ങൾ അവിടെ നിന്ന് 3 വർഷക്കാലം ദൈവവചനം പഠിച്ച്, അന്നത്തെ അവിടുത്തെ ക്ലാസ്സുകൾ എന്നൊക്കെ പറഞ്ഞാല് ദൈവവചനം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ വലിയ ആരാധന ക്ലാസ്സുകളിൽ വെളിപ്പെടും. വലിയ ആരാധന, പല ക്ലാസ്സുകളിൽ നിന്ന് ശക്തമായ ആരാധന ഉയരുമായിരുന്നു. കാരണം അന്ന് അനുഭവം പ്രാപിച്ച അപ്പച്ചന്മാരാണ് ഞങ്ങൾ ബൈബിൾ കോളേജ് പഠിപ്പിക്കുന്നത്. അവരുടെ ജീവിത അനുഭവങ്ങളും ആ വചനത്തിന്റെ ആഴമേറിയ ആ വർമ്മങ്ങളും ഒരു ഷെയർ ചെയ്യുമ്പോൾ ആ 10-60 പേരുള്ള ഓരോ ക്ലാസ് റൂമില് വലിയ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടുമായിരുന്നു. ഞങ്ങളുടെ ബാച്ച് തീർന്ന സമയം പിന്നെ കുറെ ഡോക്ടേഴ്സായി പഠിച്ചു കഴിഞ്ഞ് വന്ന കുറെ അധ്യാപകരൊക്കെ വന്നു. പിന്നീട് ഒരു ആത്മീയ അന്തരീക്ഷമൊക്കെ അവിടെ കുറഞ്ഞുപോയി. ഇന്നത്തെ കാലഘട്ടമൊക്കെ നമുക്കറിയാമല്ലോ, ആ നിലവാരത്തിലേക്ക് സഭ മാറുവാനിടയായി. അങ്ങനെ എന്റെ ഗ്രാജുവേഷൻ 96 കഴിഞ്ഞു. പിന്നെ കാരണം ഞാൻ വീക്കെൻഡിന്റെ സമയമാകുമ്പോൾ വീട്ടിലേക്ക് പോകാറില്ല. വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിക്കൂലി ആരും തരത്തില്ല. അങ്ങനെ വീക്കെൻഡ് സമയം ഞാൻ വീട്ടിൽ തന്നെ, ഞങ്ങളുടെ ബൈബിൾ കോളേജിന്റെ ക്ലാസ് റൂമിൽ തന്നെ, ഡോർമെന്ററി തന്നെ കഴിഞ്ഞുകൂടുമായിരുന്നു. 1 മണിക്കൂർ കിട്ടിയാൽ ആ സമയത്ത് ഓടിച്ചെന്ന് പ്രെയർ റൂമിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അനേകരെ എനിക്ക് അവിടെ കാണാമായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ, ഓരോ ദിവസങ്ങളില് സഹോദരങ്ങള് കൃപാവരമുള്ള ഒത്തിരി ദൈവദാസന്മാർ അന്ന് അവിടെ ഉണ്ട്. ഒത്തിരി പ്രവാചകന്മാരാണ്. അവരൊക്കെ വൈകിയ സമയങ്ങളിൽ ഓരോ മീറ്റിങ്ങിലൊക്കെ കടന്നുപോയി തിരിച്ചു വന്ന് അവരെ കവറൊക്കെ തുറന്ന് അവര് പൈസയൊക്കെ ഇങ്ങനെ എണ്ണുമ്പോഴേ ഞാൻ ഓർക്കും, കർത്താവേ, എന്നെ ആരെങ്കിലും ഒരു സാക്ഷ്യത്തിന് വേണ്ടി വിളിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഒക്കെ ചിന്തിച്ച സമയങ്ങളുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ നിലയിലേക്ക് ദൈവം എന്നെ നടത്തി കൊണ്ടുവന്നു. പിന്നെ 96 ഞാൻ ഡെറാഡൂണിലേക്ക് പഠിക്കുവാനൊരു അവസരം ദൈവം ഒരുക്കി തന്നു. ഡെറാഡൂണിലെ PT സെമിനാരിയില് ഞാനും എൻ്റെ ദേശത്ത് നിന്ന് കടന്നു വന്ന സഹോദരനും പഠിച്ചു. പഠനം ഞങ്ങളുടെ 99 പഠനം കഴിഞ്ഞ് എൻ്റെ വിവാഹം നടന്നു. അന്ന് എൻ്റെ വൈഫ് ഗുജറാത്തിലെ ജാംനഗറിലുള്ള ഒരു സഹോദരിയായിരുന്നു. അങ്ങനെ ഒരു കല്യാണ ആലോചന വന്നു. അപ്പൊ നോർത്ത് ഇന്ത്യയെ കുറിച്ചൊരു ദർശനം എനിക്ക് ഉണ്ടായത് കൊണ്ട് ആ വിവാഹത്തിന് സമ്മതിക്കുകയും തുടർന്ന് 99 എൻ്റെ വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ ഗുജറാത്തിലെ കച്ച് എന്ന ഡിസ്ട്രിക്ട്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിസ്ട്രിക്റ്റാണത്. അതിന്റെ ബുച്ചിലേക്ക് ഞങ്ങൾ കർത്താവിന്റെ വേലയോടെ ബന്ധത്തിൽ കടന്നു പോകാൻ ദൈവം കൃപ നൽകി. ബുച്ച് എന്ന് പറഞ്ഞ സ്ഥലം പാകിസ്ഥാന്റെ ബോർഡറാണ്. കറാച്ചിക്ക് ഏകദേശം 400 കിലോമീറ്റർ ഉള്ളൂ ഈ ബുച്ചും കറാച്ചിയും തമ്മിൽ. കാരണം കടൽ തീരമാണ്, കടല നമുക്കറിയാം. റൺ ഓഫ് കച്ച് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്കൂളുകളിൽ. അപ്പോൾ ഈ ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഏകദേശം 14 പേര് കൂടുന്ന ഒരു കൂട്ടായ്മയായിരുന്നു. അതിലൊറ്റ മലയാളിയേ ഉള്ളൂ, ബാക്കിയെല്ലാം വിവിധ ഭാഷക്കാരാണ്. ഞങ്ങൾ ചെന്നു വളരെ പ്രാർത്ഥിച്ച് ആ ദേശം ചുറ്റി നടന്ന് പ്രാർത്ഥിച്ച് കാരണം അവിടെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ കച്ചികൾ എന്ന് പറയും. അവര് തലയിലൊക്കെ ഈ നല്ല ചുറ്റി വെള്ള തുണിയൊക്കെ ഇട്ട് നടക്കുന്ന ഈ കൃഷിക്കാരും അല്ലെ ഒട്ടകങ്ങളും ഈ പശുക്കളെയൊക്കെ വളർത്തുന്നവരാണ് അവര്. മഴയില്ലാത്തൊരു ദേശം, ഒരു ഡെസർട്ടാണത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങള് ഈ ആർമി ക്യാമ്പാണ് ഏറ്റവും കൂടുതൽ. ആർമിക്കുള്ള എയർഫോഴ്സ്, ആർമി, അതുപോലെ ഇന്ത്യൻ എയർഫോഴ്സ്, BSF ഇങ്ങനെയൊക്കെ ഉള്ളവരാണ്. കാരണം പാകിസ്ഥാൻ ഇന്ത്യയുടെ ബോർഡർ ആയതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരാണ് അവിടെ ഏറ്റവും കൂടുതലുള്ളത്. ഈ സന്ദർഭത്തിൽ ഞങ്ങൾ അനേക ക്യാമ്പുകളിൽ കടന്നു പോകാനും അവിടെ ചെന്ന് പലരെയും കാണുവാനൊക്കെ ദൈവം സഹായിച്ചു. അങ്ങനെ 40-ൽ പരം ആൾക്കാരെ ദൈവം ഞങ്ങൾക്ക് 2000 ആണ്ടായപ്പോൾ തന്നു. വളരെ സന്തോഷമായിരുന്നു.
2000 ആണ്ടിന്റെ അവസാന ഭാഗമായപ്പോഴോ ദൈവം ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെ നൽകി തന്നു. ഗുജറാത്തിൽ ജനിച്ചുകൊണ്ട് ഞങ്ങൾ അവന് ആശിഷ് മോൻ എന്ന് പേരിട്ടു. ബ്ലെസ്സിങ് എന്നാണ് എൻ്റെ പേര്. ഗുജറാത്തിലെ ഒരു പേരാണ് ഇത്. ബ്ലെസ്സിങ് എന്ന അനുഗ്രഹം എന്നൊരു പേരാണ് എൻ്റെ അർത്ഥം. അങ്ങനെ ഇട്ട് ഞങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയം ഞാൻ 2001 എൻ്റെ മാതാവിനെയും പിതാവിനെയും കൊണ്ടുവന്നു. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കുഞ്ഞിനെ നോക്കുവാനൊക്കെ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാനൊക്കെ ഉള്ളത് കൊണ്ട് അവർ കടന്നു വന്ന് ചില മാസങ്ങൾ എൻ്റെ കൂടെ നിന്നു. എന്നാൽ 2001 ജനുവരി മാസം കുമ്പനാട്ടിലുള്ള കൺവെൻഷനുടെ ബന്ധത്തിലോ ഞാൻ എൻ്റെ പിതാവുമായിട്ട് തിരിച്ച് ഗുജറാത്തിൽ നിന്ന് കേരളത്തിലേക്ക് കടന്നുപോയി. 2001 കുമ്പനാട് കൺവെൻഷൻ കഴിഞ്ഞ് വളരെ പ്രതീക്ഷയോടുകൂടെ തിരിച്ചു പോരുമ്പോൾ കൺവെൻഷനിടയ്ക്ക് എൻ്റെ വൈഫ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ ചില വെളിപ്പാടുകളൊക്കെ കാണുകയാണ്, കർത്താവിന്റെ വരവിനെ കുറിച്ചാണ് കാണുന്നതെന്നൊക്കെ എന്നോട് പറഞ്ഞു. വലിയ സംഭവങ്ങൾ നടക്കുന്നു, വലിയ മരണങ്ങൾ, കൂട്ടത്തോടെ മരണങ്ങളൊക്കെ നടക്കുന്നു എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവിന്റെ വരവാണ്. കാരണം ഒരു അന്നത്തെ കുമ്പനാട് കൺവെൻഷൻ എന്ന് പറഞ്ഞാല് 2001 വലിയ തീ ഇറങ്ങുന്ന ഒരു സന്ദർഭങ്ങളായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ നിയോഗവും ആരാധന വെളിപ്പെടുന്ന സമയങ്ങളാണ്. അപ്പം ഈ സമയങ്ങളൊക്കെ ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാർ, കൃപാവരമുള്ള ദൈവദാസന്മാർ ഒന്നിച്ചിരുന്ന് അല്പസമയം പ്രാർത്ഥിക്കുകയും ദൈവാലോചന കേൾക്കുന്ന എനിക്കൊരു പതിവായിരുന്നു. അങ്ങനെ ഒക്കെ ഞങ്ങൾ ആ സമയങ്ങളെ അവിടെ വേർതിരിച്ചുവെങ്കിലും ആ കുമ്പനാട് കൺവെൻഷൻ കഴിഞ്ഞ് തിരിച്ചുള്ള യാത്ര നാഗർകോവിൽ, ഗാന്ധിധാം നാഗർകോവിൽ നിന്ന് എക്സ്പ്രസ്സിൽ ഞങ്ങൾ കടന്നു വരുമ്പോഴോ ഏകദേശം 30ഓളം മലയാളി പാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു ആ വണ്ടിയിൽ. 2001 ജനുവരി മാസം 26-ാം തീയതിയാണ് ഗുജറാത്തിലെ ആ ഭൂകമ്പം നടക്കുന്നത്. ഈ സമയത്ത് ഞങ്ങള് അഹമ്മദാബാദിലെത്തി. എന്നാൽ അവിടെ നിന്ന് എനിക്ക് ഒരു 9 മണിക്കൂറും കൂടെ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ ഈ ഭുജിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. ഞാൻ ആദ്യം ഓർപ്പിച്ചല്ലോ, റൺ ഓഫ് കച്ച് എന്ന് പറഞ്ഞ ആ സ്ഥലം, അത് പണ്ട് ഭീകരവാദികളൊക്കെ ചെളിയിൽ കൂടെ നടന്നു വരുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സ്ഥലമാണ്, ചതുപ്പ് നിലം നിറഞ്ഞൊരു സ്ഥലമാണ്. അപ്പൊ അങ്ങോട്ടുള്ള പാലങ്ങളും റോഡുകളെല്ലാം തകർന്നു പോയത് കൊണ്ട് അങ്ങോട്ടുള്ള യാത്ര അതെ പോകാൻ പറ്റുകയില്ലെന്നോ പോലീസുകാർ ഞങ്ങളോട് പറഞ്ഞു. ഞാൻ ആ സമയത്ത് അവിടെ വന്നു. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങള് എൻ്റെ മോന് വേണ്ടി നാട്ടിൽ ഈ പുല്ലിന്റെ പൊടിയുണ്ടല്ലോ, അത് പൊടിച്ചു കൊണ്ടുവന്നതെല്ലാം കൊണ്ടുവന്ന് ആ റെയിൽവേ സ്റ്റേഷൻ നിരാശനായി ഇങ്ങനെ നിൽക്കുമ്പോഴോ അവിടെ ആഹാരം മേടിക്കാനൊക്കെ ക്യൂ നിൽക്കണം. ഒത്തിരി പേര് അത് ആഹാരം കൊടുക്കുന്നു ഗുജറാത്തിലെ. അപ്പൊ അവിടുത്തെ ടിവിയിലൊക്കെ ലൈവായിട്ട് കാണിക്കും. ഇന്നത്തെ പോലെ വലിയ ലൈവ് സിസ്റ്റം വന്നില്ല. അന്ന് ലൈവായിട്ട് കാണിക്കുക, അതിന്റെ ചുറ്റും ആൾക്കാർ കൂടി നിൽക്കുക. അപ്പൊ ഈ വാർത്ത കാണിക്കുന്ന ഗുജറാത്തിൽ ആരും, ഭുജിൽ എന്ന പട്ടണത്തിൽ ആരും ജീവനോട് ശേഷിക്കുന്നില്ല, സകലരും മരിച്ചുപോയി എന്നൊരു വാർത്തയാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ ഭീതിയായി. ഇന്നത്തെ പോലെ മൊബൈൽ സംവിധാനം അന്നില്ല. അന്ന് ലാൻഡ് ലൈൻ മാത്രമുള്ളൂ, കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഈ ലാൻഡ് ലൈൻ എല്ലാം തകർന്ന് തരിപ്പണമായതുകൊണ്ട് യാതൊരുവിധ കോണ്ടാക്റ്റും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴോ എൻ്റെ ചർച്ചിൽ ഇടയ്ക്ക് വരുന്ന ഒരു CSI ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ബ്രദർ ഉണ്ടായിരുന്നു, തിരുവനന്തപുരംകാരനാണ് അദ്ദേഹം. ഭുജിലെ ആർമിയിലെ ഒരു ഓഫീസറും കൂടിയാണ്. ഞാനും ഒരു ബെഞ്ചിനകത്ത് ഇങ്ങനെ വളരെ കണ്ണുനീരോടും കരഞ്ഞൊക്കെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഓടി വന്ന് എന്നെ കണ്ടു. മാസ്റ്റർ ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ടായിരുന്നു, നമുക്ക് ഭുജിലേക്ക് പോകാൻ എന്താ മാർഗം? അദ്ദേഹം അവിടെ ആർമിയിലെ ഓഫീസർ ആയതുകൊണ്ട് അവിടുത്തെ അഹമ്മദാബാദിലെ ആർമി ഓഫീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവരൊരു ടാക്സി വിട്ടു തരാമെന്ന് പറഞ്ഞ് ഞങ്ങളൊരു ടാക്സി വിട്ട് ഞങ്ങൾ ആ ടാക്സിയിൽ കയറി ഗാന്ധിധാം നാഗർകോവില് എക്സ്പ്രസ്സിന് വന്ന് ഇറങ്ങി ഞങ്ങളുടെ സാധനങ്ങളെല്ലാം അവിടെ ഇട്ടിട്ട് ഞാൻ പല ദൈവദാസന്മാരോട് പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ്, ഭുജിലേക്ക് പോവുക. അങ്ങനെ അവരും ഗുജറാത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പോകേണ്ടവരാണ് അവര്. എന്നാൽ ഞങ്ങള് രാജ്കോട്ട്, അതുപോലെ ജാംനഗർ, പോർബന്ദർ ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഭുജിലെത്തി. ഏകദേശം 14 മണിക്കൂർ എടുത്ത ആ യാത്ര. ഞങ്ങൾ ഭുജിലെത്തിയപ്പോഴോ ഞാൻ കാണുന്ന രാവിലെ 3 മണി അവിടെ എത്തുമ്പോഴോ ഞാൻ താമസിച്ച സ്ഥലം പോലും എനിക്ക് കാണാൻ പറ്റാത്ത നിലയിലാണ്. വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിന്റെ മുകളിലേക്ക് 3 ബിൽഡിംഗ് വീണ് കിടക്കുന്നു. തൊട്ടടുത്ത ബിൽഡിംഗ് തകർന്ന് തരിപ്പണായി കിടക്കുന്നു. ഞാൻ താമസിച്ച സ്ഥലം പോലും ഇതാണോ എന്ന് സംശയം തോന്നത്തക്ക നിലയിൽ തകർന്നു കിടക്കുന്ന അവസ്ഥയാണ്. എന്നാൽ ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ് വീണിട്ടില്ല, അപ്പാർട്ട്മെന്റ് അല്പം ചെരിഞ്ഞിട്ടുണ്ട്.
ഈ ഭൂകമ്പം നടക്കുമ്പോൾ വൈഫ് ടോയ്ലറ്റിലായിരുന്നു. ആ സമയം പുറത്തു വരാൻ പറ്റാത്തൊരു കണ്ടീഷനായിരുന്നു. വളരെ നിരാശയോടുകൂടെ അവൾ അതിനകത്ത് പോയി 2 മണിക്കൂറോളം അതിനകത്ത് കടന്ന് നിലവിളിക്കുന്നുണ്ട്. പുറത്തേക്ക് വരാൻ പറ്റില്ല. കാരണം ബിൽഡിംഗ് ചെരിഞ്ഞത് കൊണ്ട് വെയിറ്റ് എല്ലാം അവിടെ വന്ന് ഡോർ അങ്ങ് ജാമായി പോയി, തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ എന്റെ അമ്മ അടുക്കളയിലായിരുന്നു. അമ്മ വീണുപോയി. കുഞ്ഞ് കട്ടിലേക്ക് കിടക്കുമായിരുന്നു. 97 ദിവസം പ്രായമുള്ള മോനെ കട്ടിലേക്ക് കിടക്കുമായിരുന്നു. കട്ടിലേക്ക് നിന്ന് താഴെ വീഴുകയാണ് ചെയ്തത്. അങ്ങനെ വളരെ വിഷമിച്ച് അവരിയ്ക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഹൗസ് ഓണർ ഞാൻ അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കി, ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിൽ താമസിക്കുന്നത്, അദ്ദേഹം അവിടെ കടന്നു വന്നു. പെട്ടെന്ന് ഒരു വിധത്തില് ഞങ്ങളുടെ റൂമിന്റെ ബാൽക്കണി കയറി അവിടെ വന്ന് ഡോറ് തുറന്ന് അമ്മയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. പിന്നെ കുഞ്ഞിനെ എടുത്ത് അമ്മയുടെ കൈ കൊടുത്തു. വൈഫ് എവിടെ ചോദിച്ചപ്പോ ബാത്റൂമിലാന്ന് പറഞ്ഞ ആ ഡോറ് ചവിട്ടി തുറന്ന് പുറത്ത് കൊണ്ടുവന്നു. ഈ സന്ദർഭത്തിലൊക്കെയും ഞങ്ങളുടെ ബാൽക്കണി എന്ന് പറഞ്ഞാല് ഒരു മെയിൻ റോഡാണ്. അവിടെ കൂടെ ആൾക്കാരെല്ലാം പരിക്കേറ്റവരെയും കൈകാലും മുറിഞ്ഞവരെയൊക്കെ ഈ പച്ചക്കറി നോർത്ത് ഇന്ത്യയിൽ പച്ചക്കറി തള്ളിക്കൊണ്ടു പോകുന്ന ഒരു വണ്ടിയുണ്ട്. അതിനകത്ത് വെച്ച് ആൾക്കാര് ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനേകം ഹോസ്പിറ്റലുകൾ വീണ് തകർന്ന് അതിനകത്ത് ഒത്തിരി പേഷ്യന്റ് മരിച്ചു. നിങ്ങൾക്ക് ഇപ്പോഴും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇതെല്ലാം കാണുവാൻ പറ്റും. 100 കണക്കിന് ആൾക്കാരാണ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന പേഷ്യന്റ് ഇപ്പൊ മരിച്ചുപോയത്. പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരൊക്കെ അവിടുന്ന് പെട്ടെന്ന് പോയി. കാരണം ഫ്രീ ട്രീറ്റ്മെന്റ് കൊടുക്കണം. അങ്ങനെ പലർക്കും ആപത്തും അനർത്ഥമുള്ളവർക്ക് അപകടങ്ങൾ സംഭവിച്ച് കൈകാലുകൾ മുറിഞ്ഞവര് വലിയ സീരിയസ് ആയ കേസുകളൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് വേണ്ട വിധത്തിൽ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇങ്ങനെ വലിയ വിഷമത്തില് ഇരിക്കുന്ന സമയം അപ്പൊ ഞാൻ അവിടെ വന്നു. ഞങ്ങൾ ഗേറ്റ് പൂട്ടിയിട്ടുണ്ട്, അവിടെ ആരുമില്ല. പെട്ടെന്ന് ഞാൻ അങ്ങനെ നോക്കുമ്പോൾ നിരാശയോടെ ഞാൻ തിരിച്ചു പിന്നെ പോയി. അവിടെ ജൈന ക്ഷേത്രമുണ്ട്, അത് വീണിട്ടില്ല. അതിനകത്ത് ആൾക്കാരെല്ലാം കൂടി നിൽക്കുകയാണ്. ഈ സമയങ്ങളൊക്കെ തുടർമാനം ഈ ഭൂമി ഉലുക്കം നടന്നുകൊണ്ടിരിക്കുക, ചലനം നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴൊക്കെ വലിയ ശബ്ദങ്ങൾ കേൾക്കാം. എന്തോ ഭൂമിക്കടിയിൽ കൂടെ ഉരുണ്ടു പോകുന്ന ശബ്ദം നമുക്ക് കേൾക്കാം. ഈ സമയമൊക്കെ ആൾക്കാർ ഇറങ്ങി വെളിയിലേക്ക് ഓടും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ തിരിച്ച് ഈ ജൈന ടെമ്പിളിലേക്ക് കയറി വരും. അവിടെ എല്ലാവരും ഇരിക്കുകയാണ്. നേരം വെളുത്ത് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ ഗുജറാത്തിൽ ഒരു ചെറിയൊരു പേപ്പറിൽ എഴുതി വെച്ചിരുന്നു, ഞങ്ങളുടെ സഭയിലെ സെക്രട്ടറി കടന്നു വന്നു, എൻ്റെ വൈഫിനെയും കുഞ്ഞിനെയും അമ്മയും അവരുടെ വീട്ടിലേക്ക് 6 കിലോമീറ്റർ ദൂരമുള്ള വീട്ടിലേക്ക്, ഗ്രാമത്തിലെ വീട്ടിലേക്ക് കൊണ്ടുപോയെന്നും പറഞ്ഞ ഒരു കുറിപ്പായിരുന്നു. എനിക്കന്ന് ഗുജറാത്തി വായിക്കാൻ അറിയത്തില്ല. ഞാൻ അത് എടുത്തുകൊണ്ട് പോയി അടുത്തൊരാളെ കാണിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ഹിന്ദിയിൽ പറഞ്ഞു തന്നു, ഇതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവർ സെക്രട്ടറി. അപ്പോൾ എനിക്ക് ആശ്വാസമായി, അവര് കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലായി. എന്നാൽ ഞാൻ പിന്നെ നേരം വെളുത്തു കഴിഞ്ഞ് ആ സെക്രട്ടറിയുടെ വീട്ടിലേക്ക് ചെന്നു. എൻ്റെ കുഞ്ഞിനെ കണ്ട്, വൈഫിനെ കണ്ട്, അമ്മയെ കണ്ട് വളരെ സന്തോഷത്തോട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്ത. അപ്പൊ തന്നെ കുഞ്ഞിന്റെ മുഖത്തൊക്കെ നീരായി, നന്നായിട്ട് വളർച്ചയായി നീര് വന്നു. ഒരു 97 ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞ്, 1 വയസ്സിന്റെ വളർച്ച അവന്റെ ശരീരത്തിൽ വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി കുഞ്ഞിന് ഭക്ഷണമൊക്കെ കൂടി കഴിച്ചതിന്റെ ആയിരിക്കാം എന്ന് ഞാൻ ചിന്തിച്ചു. എന്നാൽ ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷെ ഞങ്ങൾക്ക് അവിടെ ട്രീറ്റ്മെന്റ് ഒന്നും ലഭിച്ചില്ല. അങ്ങനെ ഇരിക്കുന്ന സമയം ഞങ്ങള് അപ്പം ഡോക്ടർ അവിടെ ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്ത്, ഇനി നിങ്ങൾ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഇവിടുന്ന് എല്ലാവരും പൊയ്ക്കോണം. കാരണം ഡെഡ് ബോഡി എല്ലാം കടന്ന് ചീഞ്ഞ് നാറുകയാണ്. അപ്പം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ആർമിക്ക് ഈ ഭുജ് എന്ന സിറ്റി ഹാൻഡ് ഓവർ ചെയ്യുക. പിന്നെ ആർമി വന്ന് എല്ലാവരെയും അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. സഭയിലുള്ള സൗകര്യങ്ങളൊക്കെ പെട്ടെന്ന് ഫ്ലൈറ്റിനൊക്കെ പലരും നാട്ടിലേക്ക് പോയി. നമ്മുടെ കയ്യിൽ പോകാനുള്ള സാമ്പത്തിക ഒന്നുമില്ല. ഞങ്ങൾ വലിയ നിരാശയോടെ ഇരുന്ന് എൻ്റെ ഫാദറിലോ എന്ന് അവിടെ കടന്നു വന്നു, ഞങ്ങളെ കണ്ടു. ഞങ്ങളെയും കൊണ്ട് അഹമ്മദാബാദിലേക്ക് പോകുന്ന വഴിയാണ് എൻ്റെ കുഞ്ഞു മരിക്കുന്നത്. ഈ സന്ദർഭം കുഞ്ഞിന്റെ മരണം വഴിയാത്ര വെച്ച് കുഞ്ഞ് മരിക്കുന്നു. ആ സമയം എൻ്റെ വൈഫ് ചോദിച്ചു, അച്ഛാ നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെ കുഞ്ഞിനെ ശുശ്രൂഷിക്കും എന്നൊക്കെ എങ്ങനെ ഓർത്ത് ഞങ്ങൾ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഞങ്ങൾ അഹമ്മദാബാദിൽ എത്തിക്കഴിഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് മോനെയും കൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു മലയാളി ഒരു നേഴ്സ്, അത് സെവന്തയുടെ ഒരു സഹോദരി ഞങ്ങളെ വന്ന് കണ്ടു. ഞങ്ങളോട് പറഞ്ഞു, ഭാഷ വിഷമിക്കേണ്ട, ഞങ്ങൾ
ഈ കുഞ്ഞ് മരിച്ചുപോയി, നമുക്ക് കുഞ്ഞിനെ ഞങ്ങളുടെ ഹോസ്പിറ്റലില് അല്ലെങ്കിൽ ഞങ്ങളുടെ ചർച്ചിന്റെ സെമിത്തേരിയിൽ അടക്കം ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇവിടെ മുഹമ്മദ് ഒത്തിരി ദൈവദാസന്മാരുണ്ട്, പാസ്റ്റർമാരുണ്ട്, എനിക്ക് ചിലരെയൊക്കെ പരിചയമുണ്ട്, എനിക്ക് ആരെയെങ്കിലും ഫോൺ നമ്പർ തരാമോ എന്ന് ചോദിച്ച് അങ്ങനെ ഒരു ദൈവദാസൻ അവിടെ പെട്ടെന്ന് ആ ഒരു ഫോൺ നമ്പർ തന്ന് ദൈവദാസനെ വിളിച്ച് ദൈവദാസൻ വന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ദൈവദാസൻ ത്രൂ അനേക കർത്തദാസന്മാർ കടന്നു വന്നു. അങ്ങനെ IPC അൺസോളിലെ ചർച്ചിൽ വെച്ച് എന്റെ കുഞ്ഞിന്റെ ആ ഫ്യൂണറൽ സർവീസ് നടത്തുന്ന ദൈവം കൃപ നൽകി. എന്നാൽ അവിടെയുള്ള അനാഥരെ കുഴിച്ചിടുന്ന ഒരു സെമിട്രിയിൽ എന്റെ മോനെ അത് മറവ് ചെയ്യുവാൻ ദൈവം കൃപ നൽകി. അപ്പോൾ IPCക്ക് അവിടെ സെമിത്തേരി ഉണ്ടായിരുന്നു. എന്നാൽ ആ സഹോദരങ്ങള് പെട്ടെന്ന് പറഞ്ഞു, അന്ന് 1 ലക്ഷം രൂപ മരിച്ചവർക്ക് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്, പക്ഷേ ഇങ്ങനെയുള്ള സെമിത്തേരിയിൽ ഇട്ടാല് അത് നല്ല പാസ്റ്റിന് പൈസ കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു, ഞങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിച്ചത്. എന്നാൽ അവർ തന്നെ അതിന് മുൻകൈ എടുത്ത് അവിടെ തന്നെ കുഴി കുഴിച്ച് ആ കുഞ്ഞിന് വേണ്ടി അവിടെ അടക്കം ചെയ്യുവാനായിട്ട് ദൈവം കൃപ നൽകി. എങ്കിലും സർവശക്തനായ ദൈവം ഞങ്ങളെ അവിടെ നിർത്തി. എന്നാൽ കുഞ്ഞിന്റെ മരണത്തിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടതയുടെ തീറ്റുകളിൽ കൂടെ കടന്നുപോയി. എന്റെ വൈഫിന് അതിന് ശേഷം ഒരു ഡിപ്രഷൻ പോലെയായി, കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായി തീർന്നു. മെഡിസിനും അനേക ഡോക്ടർമാർ അടുക്കിലൊക്കെ കൊണ്ടുപോയി. എവിടെ ചെന്നാലും കൗൺസിലിംഗ് കഴിഞ്ഞ് തിരിച്ചു വരും, മെഡിസിനെ കഴിക്കുന്നുണ്ട്, പക്ഷെ ഒരു മാറ്റമില്ലാത്തൊരവസ്ഥയായി. അങ്ങനെ 2004 ആയപ്പോഴോ ഗുജറാത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ KV എബ്രഹാം, അദ്ദേഹം നിത്യതയിൽ വിശ്രമിക്കുകയാണ്. അദ്ദേഹം ഒരു വൈകിയ സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജോൺസനെ ഞങ്ങൾ നാളെ അങ്ങോട്ട് വരുന്നുണ്ട്. അദ്ദേഹം വന്ന് എന്നെ കണ്ട് എന്നെ മാറ്റി നിർത്തി എന്റെ കയ്യിൽ 5000 രൂപ എടുത്ത് തന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇനി പൊയ്ക്കോ, കാരണം വൈഫിനെ എവിടെയെങ്കിലും കൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്യണം, ഇനി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഒരു സാധാരണ സൂക്ഷിച്ചായിട്ട് മുന്നോട്ട് പോകുവാൻ പ്രയാസമാകുക. ഞാൻ പെട്ടെന്ന് ആ പൈസ വാങ്ങി വെച്ചു. അവർ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സെന്ററിന്റെ പാസ്റ്ററാണ് പാസ്റ്റർ ബാബുച്ചെറിയാൻ. ബാബുച്ചെറിയാൻ പാസ്റ്ററാണ് ഞങ്ങളെ പ്രാർത്ഥിച്ച് ഞങ്ങളെ വേലയ്ക്ക് വേണ്ടി വിടുന്നത്. അപ്പോൾ ബാബുച്ചെറിയാൻ പാസ്റ്റർ എന്നോട് പറഞ്ഞു, മോനെ, ദൈവമാണ് നിന്നെ വേലയ്ക്ക് വിളിച്ചത്, നീ ധൈര്യമായിട്ട് വാ, എന്റെ സെന്ററും ഈ ദൈവദാസന്മാരും സെന്ററിലെ ദൈവമക്കളും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നാട്ടിലെത്തി കുറെ നാളെ നിന്നു. ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾ എന്താ മടങ്ങിപ്പോകാത്ത, നിങ്ങൾ 10-15 ദിവസത്തിന് വേണ്ടി വരുന്നവരല്ലേ, പിന്നെന്താ മടങ്ങിപ്പോകാത്തത്? എന്നാൽ വൈഫിന്റെ ഈ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾ ആരോടും ഷെയർ ചെയ്തിട്ടില്ല. കാരണം ഷെയർ ചെയ്യുമ്പോൾ അവർ പറയും സമുദായം വിട്ട് നിങ്ങൾ പെന്തക്കോസ്തിൽ പോയത് കൊണ്ടാണ് നിങ്ങളുടെ കുഞ്ഞ് മരിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനെ ഈ സംഭവം വന്നു കഴിഞ്ഞാൽ അവർ പറയും ഇതുകൊണ്ട് അതൊക്കെ സംഭവിച്ചേ എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ വലിയ വിഷമത്തിലൂടെ ഞങ്ങൾ കടന്നുപോയി. നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് UP റായ്ബറേലിയിലേക്ക് ഒരു ചർച്ചിലേക്ക് ഒരു വേക്കൻസി വന്നു. അവിടുത്തെ പാസ്റ്റർ ഇല്ല, അവിടെ സഹോദരങ്ങളാണ് ആരാധന മാറ്റി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തില് അന്ന് പാസ്റ്റർ KT തോമാച്ചൻ NR എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം, IPCയുടെ NR എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റാണ്. അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞ അങ്ങനെ പാസ്റ്ററുകളെ ഞാൻ വിളിച്ചു, സംസാരിച്ച് അപ്പച്ചൻ എന്നോട് പറഞ്ഞു റായ്ബറേലിയിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ സാധനങ്ങള് ഗുജറാത്തിലായിരുന്നു, ഗുജറാത്തിൽ ഞങ്ങളുടെ സാധനങ്ങളുമായിട്ട് റായ്ബറേലിയിലേക്ക് ഞങ്ങൾ പോയി. അവിടെ ഞങ്ങൾക്ക് കുറച്ച് സമയം നിൽക്കാനേ പറ്റിയുള്ളൂ. കാരണം ദൈവം ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞിനെ നൽകി തന്നു. ഇപ്പൊ ഡോക്ടർമാരുടെ ഇടയ്ക്ക് ചേർന്ന് ചെല്ലുമ്പോൾ അവർ പറയും, നിങ്ങൾക്കൊരു കുട്ടിയല്ല മരിച്ചു പോയത്, ഒരു കുഞ്ഞിനെ ദൈവം തന്നാല് ഈ വിഷയത്തിന് സോൾവ് ഉണ്ടാകും. അങ്ങനെ ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞിനെ ദൈവം ദാനമായി നൽകി തന്നു. നിങ്ങൾ നോർക്കണം, ഒരു ഡിപ്രഷൻ കൂടെ കടന്നു പോകുന്ന ഒരു സഹോദരിക്ക് എങ്ങനെ ഒരു കുഞ്ഞിനെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും? ആ ഒരു നിലവാരത്തിലായി. കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കണം, സഭയുടെ കാര്യങ്ങൾ നോക്കണം, പലപ്പോഴും വയലന്റ് ആകുന്ന അവസ്ഥകള്, ഇങ്ങനെ വലിയ മാനസിക പ്രയാസങ്ങൾ കൂടെ കടന്നു പോവുക. എന്നാൽ അവിടെ വെച്ച് ഒരു രാത്രിയില് കുഞ്ഞ് കരഞ്ഞു, കുഞ്ഞിനെ ഉപദ്രവിച്ചു. ഞാൻ ഓടിച്ചെന്ന് പിടിച്ച സമയത്ത് എൻ്റെ അടുത്ത് ദേഷ്യത്തോടെ പെട്ടെന്ന് എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ അടുത്ത ഡോറ് നമ്മുടെ വിശ്വാസികൾ താമസിക്കുന്ന ഫ്ലാറ്റാ.
അവര് സഹോദരിമാരായിരുന്നു, നേഴ്സുമാരായിരുന്നു. അവർ ഓടി വന്ന് ആ സഹോദരിയെ പിടിച്ച് ഞങ്ങളെ പിന്നെ നേരം വെളുത്ത് അത് കെ.ടി. തോമാച്ചനെ വിളിച്ച് അവർ കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, ഇവരെ കൊണ്ട് മുന്നോട്ട് പോകാൻ പ്രയാസമാണ്. അങ്ങനെ കെ.ടി. തോമാച്ചാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, ജോൺസൺ കാര്യം ചെയ്യും, നിങ്ങൾ അവിടെ നിന്ന് മാറിക്കോ, ഞങ്ങൾ വേറൊരാളെ അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ പോകുന്നതാണ്. അവിടെ വലിയ നിരാശയോടെ ഈ സന്ദർഭങ്ങളിൽ നമ്മൾ ഈ സൈക്കോ തെറാപ്പി, സൈക്കോ കൗൺസില്, സൈക്കോ ട്രീറ്റ്മെന്റ് ഇങ്ങനെ പലതും ചെയ്യുന്നുണ്ടെങ്കിലും ഒരു വിടുതൽ കിട്ടുന്നില്ല. അനേക ദൈവദാസന്മാരെ വിളിച്ചു കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ വിഷയത്തിന് ഒരു വിടുതലില്ല. പലരും കടന്നു വന്ന് പല കാര്യങ്ങൾ പറയും, അതനുസരിക്കും. ഒരു ദിവസം 365 ദിവസം ഉണ്ട്, 30 ദിവസവും ഉപവാസവും പ്രാർത്ഥനയാണ്. ഒരു ദിവസം വിളിച്ചു പറയും, നിങ്ങൾ 7 ദിവസം ഉപവസിക്കുക, അല്ലെ ഒരു 11 ദിവസം ഉപവസിക്കുക, 3 ദിവസം ഉപവസിക്കുക, 21 ദിവസം ഉപവസിക്കുക. അതെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ വിടുതലില്ല. ആ സന്ദർഭത്തിലൊക്കെ ഞാൻ ദൈവത്തോട് ചോദിക്കും, കർത്താവേ, എന്തുകൊണ്ടാണ് എന്റെ വിഷയത്തിന് വിടുതലില്ലാത്തത്? ഈ സമയത്ത് എന്റെ അടുക്കൽ അനേകർ പ്രാർത്ഥിക്കാൻ കടന്നു വരും. ഞാൻ അവരൊക്കെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർക്കൊക്കെ വിടുതല. ഉറങ്ങാത്തവരുണ്ട്, മാനസിക അസ്വസ്ഥതയുള്ളവരുണ്ട്, ഭൂതം കൂടിയവരുണ്ട്, ക്യാൻസർ ബാധിച്ചവരുണ്ട്. ദൈവം അവർക്കൊക്കെ വിടുതൽ കൊടുക്കും, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ വിടുതലില്ല. അനേക രാത്രിയുടെ യാമങ്ങൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് കരയും, കർത്താവെ, എന്തുകൊണ്ടാണ് ദൈവം ഇത് അനുവദിക്കുന്നത്? പലപ്പോഴും അതെ, നമ്മൾ പുത്രനായ യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നപ്പോൾ കഴിയുമെങ്കിൽ പാനപാത്രം മാറ്റണമേ എന്ന് നിലവിളിച്ചപ്പോഴൊക്കെ പിതാവും മുഖം തിരിച്ച പോലെ കർത്താവ് പലവട്ടം മുഖം തിരിപ്പാൻ തീർന്നു. അപ്പോഴൊക്കെ ഓർക്കും, ദൈവമേ, എൻ്റെ കൂടെ പഠിച്ചവരെല്ലാം തേജസ്സേറി ശുശ്രൂഷ ചെയ്യുമ്പോഴോ എൻ്റെ ജീവിതത്തിൽ ഇതെന്താണെന്നോ ഞാൻ എത്രയോ വട്ടം നിലവിളിച്ചുകൊണ്ട് ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. മറുപടി ഒന്നിൽ നിന്നും ദൈവത്തിൽ നിന്നും ലഭിച്ചിട്ടില്ല. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ കടത്തി നാട്ടിൽ വന്നു. ചില സമയങ്ങൾ അവിടെ നിന്നപ്പോഴാണ് ഗുഡ്ഗാവില് IPC ഡൽഹി സ്റ്റേറ്റിന്റെ ഒരു ചർച്ചാണ് ഗുഡ്ഗാവ്. ഗുഡ്ഗാവ് എന്ന് പറഞ്ഞ ബോംബെ പോലെ ഇന്ന് വളർന്നു വരുന്ന ഭയങ്കര സിറ്റിയാണത്. ആ സിറ്റിയിലെ മെയിൻ ചർച്ചാണ് IPCയിലേക്ക്. അവിടുത്തെ കർത്തിദാസന്റെ വൈഫ് ഗവൺമെന്റ് സ്റ്റാഫാണ്. അദ്ദേഹം പ്രിയ ആന്റിക്ക് നാട്ടിലേക്ക് ഒരു പോസ്റ്റിംഗ് വന്നപ്പോഴോ ഈ ദൈവദാസൻ എന്നെ വിളിച്ചു, എന്നെ കോണ്ടാക്ട് ചെയ്ത് ഇവിടെ പറഞ്ഞ പാസ്റ്ററെ, ഞാന് ഇവിടെ നിന്ന് പോവുകയാണ്, പാസ്റ്റർ കെ ജോയിച്ചാനെ വന്ന് കാണാൻ പറഞ്ഞു. അപ്പൊ എന്റെ മാതൃസഭയിലുള്ള പല സഹോദരങ്ങള് ഡൽഹിയിലുണ്ട്. അപ്പൊ അതിൽ 2-3 പേരൊക്കെ ഡൽഹി IPC സ്റ്റേറ്റിന്റെ കൗൺസിൽ മെമ്പറാണ്. ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തു, ജോയിച്ചാനായിട്ട് അവർ സംസാരിച്ച് അങ്ങനെ റായ്ബറേലിയിൽ ഉണ്ടായിരുന്ന ഒരു പാസ്റ്റർ ബോവസ് എന്ന് പറയും, അദ്ദേഹം രാജസ്ഥാനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ചർച്ചിനകത്ത് കയറി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ഒരു കർത്തദാസനാണ് പാസ്റ്റർ ബോവസ്, തിരുവനന്തപുരംകാരൻ. അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഒരു കാര്യം ചെയ്യും, നമുക്ക് ഡൽഹി സ്റ്റേറ്റിലെ ജോയിച്ചാന്റെ അടുക്കിലേക്ക് ഞാൻ കൊണ്ടുപോകാം. അങ്ങനെ അദ്ദേഹം എന്നെ കൊണ്ടുപോയി. അന്നേരം ഈ അലക്സാണ്ടർ പാസ്റ്റർ എന്ന് പറഞ്ഞത് ഡൽഹി സ്റ്റേറ്റിന്റെ ഓഫീസ് സെക്രട്ടറിയും കൂടിയാണ്. അദ്ദേഹം ഇന്ന് രാജു പൂക്കാല പാസ്റ്റർ ചർച്ചിലെ മെയിൻ അസിസ്റ്റന്റ് പാസ്റ്ററാണ്. പൂക്കാല പാസ്റ്റർ കഴിഞ്ഞാൽ പിന്നെ അവിടെ ഹിന്ദിയിൽ ഇംഗ്ലീഷൊക്കെ ട്രാൻസ്ലേഷൻ ചെയ്യുന്നത് ഈ അലക്സാണ്ടർ പാസ്റ്റർ ആണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവാസൻ. അദ്ദേഹമാണ് പറഞ്ഞത്, ജോയിച്ചാനെ ഒന്ന് കാണാൻ പറഞ്ഞു. അങ്ങനെ ജോയിച്ചാനെ ചെന്ന് കണ്ട് ജോയിച്ചാനോട് പറഞ്ഞു, ജോൺസൺ കാര്യം ചെയ്യും, ആ ചർച്ചിന്റെ ചാർജ് എടുത്തോളം പറഞ്ഞു. ദൈവം അവിടെ ഞങ്ങളെ 4 വർഷം നിർത്തി. അപ്പോഴൊക്കെ പല രാത്രിയുടെ യാമങ്ങളിലും പകൽ സമയങ്ങളിലൊക്കെ വയലന്റ് ആവും. 10-40ഓളം നേഴ്സുമാരുണ്ടായിരുന്നു ആ ചർച്ചില്. അവരൊക്കെയും മെഡിക്കൽ ആയതുകൊണ്ട് ഞാൻ ചർച്ചിലെ ആദ്യത്തെ ദിവസം തന്നെ ചർച്ചിലെ സഭായോഗത്തിന് അറിയിച്ചു, ഇന്ന പോലെ വിഷയങ്ങളുണ്ട്. പക്ഷെ അവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളോടുകൂടെ സഹകരിച്ച് അവിടെ നിന്നു. പലവട്ടം വയലന്റ് ആവും, നടക്കുമ്പോൾ ബഹളം വെച്ച സന്ദർഭങ്ങള്, എല്ലാവരും പലരും സ്നേഹക്കുറവ് കാണിച്ച സമയങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അപ്പോഴൊക്കെ ഞങ്ങൾ അവിടെയും പല കൗൺസിലിംഗിലെങ്കിലും അതുപോലെ തന്നെ ഡോക്ടർമാരുടെ അടുക്കലൊക്കെ കടന്നു പോകും. എന്നാൽ അവിടെയൊക്കെ ഒരു വിടുതൽ നമുക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവം ഒരു ആൺകുഞ്ഞിനെയല്ലേ നിങ്ങൾക്ക് തന്നാൽ ഈ വിഷയത്തിനെല്ലാം മറുപടി ലഭിക്കുന്നതാണ്. അങ്ങനെ ഞാൻ ഒരു കുഞ്ഞിനെ വേണ്ടി ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഒരു പെൺകുഞ്ഞിനെയും കൂടെ ദൈവം നൽകി തന്നു. ആ കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ തന്നെ 6-7 നേഴ്സുമാര് പിടിച്ചു വെച്ചുകൊണ്ടാണ് ആ കുഞ്ഞ് ജന്മം കൊടുക്കുന്നത്. അത്രയ്ക്ക് വയലന്റ് ആയ ഒരു സമയമായിരുന്നു വൈഫിന്. സ്വർഗത്തിലെ ദൈവം
അവിടെ ഞങ്ങളെ കൈവിട്ടില്ല. ആ കുഞ്ഞിനെ നോക്കുവാൻ കഴിയാത്തൊരു മാനസികാവസ്ഥകളായി അങ്ങനെ വലിയ ബുദ്ധിമുട്ടോടുകൂടി പിതാവ് നിന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം പെട്ടെന്ന് വയലന്റായി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. ഞാൻ പലപ്പോഴും ഒരു ജനലിന്റെ സൈഡിൽ കസേര ഇട്ടിട്ട് അത് തോർത്തുകൊണ്ട് ആ കൈ കെട്ടിയിട്ടിട്ടാണ് കുഞ്ഞുങ്ങളെ കൊണ്ട് വിസിറ്റിങ്ങിന് പോകുന്നത്. കുഞ്ഞുങ്ങളെ രണ്ടുപേരും ഒരാളെ കൈ പിടിക്കും, ഒരാളെ എടുക്കും. അങ്ങനെ വിസിറ്റിങ്ങിന് പോകുന്ന സമയത്തൊക്കെ പലരും ചോദിക്കും, എന്തിനാ സിസ്റ്റർ കഷ്ടപ്പെട്ടു വരുന്നത്? പക്ഷെ നമുക്ക് എത്ര കഷ്ടം സഹിച്ചാലും നമ്മുടെ ആടുകളെ തേടി പോകാതിരിക്കാൻ നമുക്ക് കഴിയത്തില്ലല്ലോ. അങ്ങനെ കടന്നു പോകും. ഇപ്പോഴെല്ലാം ദൈവത്തോട് നിലവിളിച്ചു, ഹൃദയം മുഴുവൻ ദൈവത്തോട് നിലവിളിയാണ്. ദൈവമേ, ആശ്വാസവും വിടുതലും നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കും. അന്ന് വയലന്റായി ഒരു ദിവസം ഇറങ്ങിപ്പോകുന്ന സമയം ഞങ്ങൾ തന്നെ പിടിച്ചുകൊണ്ട് വരും. എന്നിട്ട് ഈ കാര്യങ്ങൾ സഭയിലെ സെക്രട്ടറി ജോയിച്ചാനെ വിളിച്ചു പറഞ്ഞു. പാസ്റ്റർ കെ ജോയിച്ചാൻ എന്നെ വിളിച്ചു, മോനെ ഈ ഒരു കാര്യം ചെയ്യും, അവരുടെ പേരൻസിന്റെ അടുക്കൽ കൊണ്ടുവിട്ടിട്ട് പോവാം, അവരും കൂടെ കുറച്ച് നിൽക്കാം, നാളെ നോക്കട്ടെ. അങ്ങനെ ഞാൻ സഭയിലെ സഹോദരങ്ങൾ പെട്ടെന്ന് ഡൽഹിയിലെ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അന്ന് പേരൻസ് ഒക്കെ ചെന്നൈയിലെ താമരത്താണ്, പെട്ടെന്ന് വൈഫിന്റെ പേരൻസ് അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് കാര്യങ്ങളും ബാഗൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് താൽക്കാലികമായ തുണികളും വൈഫിന്റെ എല്ലാ ഡ്രസ്സുകളും എടുത്ത് ചർച്ചുകാരൻ തൽക്കാൽ ടിക്കറ്റ് എടുത്തു. വൈകിയ സമയത്ത് ഗുഡ്ഗാവിൽ നിന്ന് നിസാമുദ്ദീനിൽ പോകണമെങ്കിൽ ഒരു 45 മിനിറ്റ് പിടിക്കും. കാരണം ജയ്പൂരിലുള്ള ഹൈവേ ആണത്, സ്പീഡ് ഹൈവേ ആ, 100 മീറ്റർ വീതിയുള്ള ഹൈവേ ആണത്. അത് 1 മിനിറ്റ് വണ്ടി ഒന്ന് ബ്ലോക്ക് ആയാൽ ആയിരക്കണക്കിന് വണ്ടികളാണ് അവിടെ ബ്ലോക്ക് ആകുന്നത്. പറഞ്ഞ് പാസ്റ്റർ നേരത്തെ ഇറങ്ങണം. എന്റെ ചർച്ചിൽ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചി എന്നോട് ഇങ്ങനെ പറഞ്ഞു, മോനെ ആരുടെ അടുക്കിലേക്കാ പോകുന്നത്, എങ്ങോട്ടാ പോകുന്നത് എന്നൊരു പേപ്പറിൽ എഴുതി പുള്ളിക്കാരുടെ ബൈബിളിനകത്ത് വെച്ചേക്കാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ചർച്ചിന്റെ ലെറ്റർപാട് വലിച്ചു കയറി എന്റെ ഫ്രമും ഫാദറിലോയുടെ ടൂവും എഴുതി ഫോൺ നമ്പർ സഹിതം വൈഫിന്റെ ബൈബിളിനകത്തേക്ക് വെച്ചു. സഭക്കാർ പെട്ടെന്ന് വണ്ടിയായിട്ട് വന്നു, ഞങ്ങളെ കൊണ്ടുവന്ന് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ചെന്നൈ മെയിലിൽ ഞങ്ങളെ കയറ്റി ഞങ്ങളെ ചെന്നൈയിലേക്ക് അയക്കുക. ആ സമയത്ത് ഞാൻ ആ ക്യാബിനകത്ത്, നമുക്കറിയാലോ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർ 8 പേരാണ് ക്യാബിനകത്ത്. ഞാൻ മുമ്പിൽ ചെന്നിന്റെ കൈ കൂപ്പിയിട്ട് ഇങ്ങനെ പറഞ്ഞു, സഹോദരങ്ങളെ, വൈഫിന് ഇങ്ങനെ ഒരു പ്രോബ്ലംസ് ഉണ്ട്, ഞങ്ങൾ ചെന്നൈയിലേക്ക് യാത്ര ചെയ്യുക, അപ്പൊ നിങ്ങൾ ഒച്ചയമ്പേളം എടുത്ത് ഞാനോട് സഹകരിക്കണം. അപ്പോൾ അവർ പറഞ്ഞു, സാറ് ഭാരപ്പെടണ്ട, ധൈര്യമായിട്ട് ഇരുന്നോ, ഞങ്ങൾ അപ്പുറത്തെ ക്യാബിനകത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോകും. അന്ന് രാത്രിയിൽ ഞാൻ ട്രെയിനിന്റെ വിൻഡോയിൽ വൈഫിന്റെ ചുണ്ണി കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവളെ കെട്ടി വിട്ടിരിക്കുക. വണ്ടിയിൽ നിന്ന് പലവട്ടം ഇറങ്ങി ഓടാൻ തുടങ്ങി, പിടിച്ച്. കാരണം അന്ന് ഇളയ കുഞ്ഞിന് 1 വയസ്സ് പ്രായമുണ്ട്. ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടും. അതുകൊണ്ട് പിടിച്ച് കെട്ടി അവിടെ ഇട്ടിരിക്കുക. ഞങ്ങളും ബാത്റൂമിൽ പോകണ തന്നെയും വളരെ പെട്ടെന്ന് പോയിട്ട് വേഗത്തിൽ വരും, അല്ലെങ്കിൽ അഴിച്ച് ഇറങ്ങി പോകും എന്നുള്ള ഭീതിയോടുകൂടെ ആ യാത്രയിൽ എന്റെ ജീവിതത്തിൽ ഇന്നുവരെയും മറക്കാൻ പറ്റാത്ത വലിയൊരു അനുഭവം ഉണ്ടാവാനിടയായി. വിജയവാഡയ്ക്കടുത്ത് നെല്ലൂർ എന്നൊരു സ്ഥലമുണ്ട്. അത് ഈ മദ്രാസ് മെയിലിന് അവന്റെ സ്റ്റോപ്പില്ല. ഒരു വണ്ടിയുടെ പാസിങ്ങിന് വേണ്ടി വണ്ടി ഇട്ട സമയത്ത് ഈ കുഞ്ഞിന് 1 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ എടുത്തുകൊണ്ട് കെട്ടഴിച്ച് എന്റെ പ്രിയപ്പെട്ടവള് അവിടുന്ന് ഇറങ്ങി പൊക്കളാം. അപ്പൊ ഞാനും ദിവസങ്ങളായി ഉറങ്ങിയിട്ട് ഇന്ന് AC-ലൊന്നുമില്ല യാത്ര ചെയ്യുന്ന, സ്ലീപ്പറില്ല. AC-ലൊന്നും യാത്ര ചെയ്യുവാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല നമുക്ക്. അങ്ങനെ യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് ഞങ്ങളുടെ വണ്ടി കൽപ്പാടിയിലെത്തി. വണ്ടി സ്റ്റോപ്പ് ചെയ്തപ്പോ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കുമ്പോഴോ എന്റെ വൈഫും എന്റെ കുഞ്ഞും, ഇളയ കുഞ്ഞും ഇല്ല. പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റു. ബാത്റൂമിൽ പോയെന്ന് വിചാരിച്ച് ബാത്റൂമിലെല്ലാം നോക്കി, പക്ഷെ ആളവിടെ ഇല്ല. ഞാൻ പെട്ടെന്ന് ആ ബോഗി മുഴുവനും നോക്കി ട്രെയിനിൽ ചെന്ന് പെട്ടെന്ന് തീറ്റാന്റെ അടുക്ക് ചെന്ന് ഞാൻ പറഞ്ഞു, ഇതുപോലെ സംഭവം ഉണ്ടായി, എന്റെ വൈഫ് മിസ്സിംഗ് ആയി. ഉടനെ അദ്ദേഹം എന്നോട് പറഞ്ഞത്, വണ്ടി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തപ്പോൾ വണ്ടിയെ കിടന്ന് നിന്റെ ഭാര്യ വേളം വെക്ക് ഞാൻ കണ്ടതാ, നീ മനഃപൂർവ്വം നിന്റെ ഭാര്യയെ ഒഴിവാക്കിയതാന്ന് പറഞ്ഞ അന്ന് ആ ട്രെയിനിന്റെ ഡ്യൂട്ടിയിൽ നിന്ന പോലീസിന് ഞങ്ങൾ ഏൽപ്പിക്കുക. മൂത്ത കുഞ്ഞിന് അന്ന് 5 വയസ്സുണ്ട്. എന്നെയും അവളെയും കൂടെ പോലീസുകാർ അവരെ ക്യാമ്പിനകത്ത് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു, സാറെ ഞാൻ അടുത്ത സ്റ്റേഷൻ ഇറങ്ങി അന്വേഷിക്കാം. ഇല്ല, റെയിൽവേയുടെ നിയമം അനുസരിച്ച് എന്റെ ടിക്കറ്റ് എങ്ങോട്ടാണോ, കാരണം ഇതൊരു കൊലപാതക കുറ്റമാണ്,
എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി എന്നെ ചെന്നൈ കൊണ്ട് നിറക്കി. ഈ മിസ്സിംഗ് ആയ സമയത്ത് എന്നെ അറിയുന്ന ഒത്തിരി ദൈവദാസന്മാരോട് ഞാൻ വിളിച്ചു പറഞ്ഞു, എന്നെ പോലെ വൈഫിനെ കാണുന്നില്ല, എവിടെ പോയെന്ന് അറിഞ്ഞുകൂടാ. എന്നാ പല ദൈവദാസന്മാരും എന്നോട് പറഞ്ഞ് പ്രാർത്ഥിക്കാം. അന്ന് എന്റെ കൂടെ കുമ്പനാട് ബൈബിൾ കോളേജ് പഠിച്ച എന്റെ സീനിയറായ ഒരു ദേവദാസൻ ഉണ്ടായിരുന്നു, വർഗീസ് ബേബി എന്ന് പറയും, കായംകുളം. അദ്ദേഹം രാവിലെ പ്രെയർ റൂമില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞ്, ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, ജോൺസനെ, ഞാൻ നിന്നെ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചു വിളിക്കാം, നീ ധൈര്യമായിട്ട് ഇരിക്കാൻ പറഞ്ഞു. അദ്ദേഹം പ്രെയർ റൂമിൽ തന്നെയായിരുന്നു. രാവിലെ അത് കഴിഞ്ഞ് 15 മിനിറ്റ് കഴിയുമ്പോൾ എന്നെ തിരിച്ചു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ കാണുന്ന ഒരു കാഴ്ച, ദൈവം തന്റെ ദൂതനെ അയച്ചു വിടുവിക്കും, നീ ധൈര്യമായിരിക്കാൻ പറഞ്ഞു. ആ സമയത്ത് ആ ആലോചന ഏറ്റെടുക്കുവാനുള്ള ഒരു മാനസിക സ്ഥിതി എനിക്കില്ല. കാരണം എൻ്റെ മനസ്സ് ക്ഷീണിച്ചു പോയി, എൻ്റെ വിശ്വാസത്തിന് തന്നെ കോട്ടം വന്ന പോലെയായി. ഞാൻ ലോകത്തോട് എന്ത് പറയും? എൻ്റെ വൈഫ് മിസ്സിംഗ് ആയ സമയത്ത് എൻ്റെ ഫാദറിനെ വിളിച്ച്, അന്ന് ഈ 2007 നടക്കുന്ന സംഭവം ഇത്. അപ്പൊ ഈ സംഭവം നടക്കുമ്പോൾ ആ ജീവിതത്തില് മറക്കുവാൻ കഴിയാത്തൊരവസ്ഥ. എന്റെ ഫാദറിനെ വിളിച്ച്, അന്ന് നമ്മുടെ കയ്യിലൊക്കെ ഇന്നത്തെ പോലെ വലിയ മൊബൈൽ ഇല്ല, നോക്കിയുടെ ചെറിയ ഫോണുണ്ട്. എന്റെ ഫാദറിലോ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അന്ന് ചെറിയ നോക്കിയുടെ ഫോണുണ്ട്. ഞാൻ വിളിച്ച് സംസാരിക്കുമ്പോൾ പപ്പയോട് പറഞ്ഞു, പപ്പ ഇതേപോലെ സുജ മിസ്സിംഗ് ആയെന്നാ പറഞ്ഞു. ഉടനെ പപ്പ ഫോൺ കട്ട് ചെയ്തു. പിന്നെ പപ്പ പലവട്ടം വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല. അങ്ങനെ ഞങ്ങള് ആ യാത്രയില് ആ ദൈവദാസന്റെ ആലോചന കേട്ട് ആ രാവിലെ 8 മണിയായപ്പോൾ ട്രെയിൻ ചെന്നൈയിലെത്തി. സെൻട്രലിലേക്ക്, ആ പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെയും കുഞ്ഞിനെയും പോലീസുകാർ കൂട്ടിക്കൊണ്ടുപോയി. ഞങ്ങൾ അവിടെ ഇരുത്തി, എഴുതി വാങ്ങിച്ചു. ഞാൻ പറഞ്ഞു, സാറേ, ഞാൻ അവിടെ നിന്ന് തിരിച്ച് ഞാൻ എൻ്റെ വൈഫിനെ അന്വേഷിക്കാൻ പോവാന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓരോ സ്റ്റേഷനിൽ ഞാൻ അന്വേഷിച്ച് അങ്ങനെ ഒടുവിൽ വിജയവാഡയിൽ രാത്രി 12:30 ആയപ്പോ എത്തി. വലിയ നിരാശയോടുകൂടെ ഞാൻ കുഞ്ഞുമായിട്ട്, അവള് ഉറങ്ങുവാണ്, 5 വയസ്സുള്ള കുഞ്ഞാണ്. 5 വയസ്സുള്ള കുഞ്ഞിന്റെ തോളിൽ ഇട്ടുകൊണ്ട് നടക്കണമെങ്കിൽ കുഞ്ഞിന്റെ വെയിറ്റും ഇത്രമാത്രം പ്രയാസമുണ്ട്. അപ്പൊ ഞാനും മാനസികമായി ബലഹീനനായി, എന്റെ ശരീരം ക്ഷീണിച്ചു, ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. കുഞ്ഞിനെന്തെങ്കിലും സാധനം, വെള്ളം പോലും ഞാൻ കുടിച്ചിട്ടില്ല അന്നത്തെ ദിവസം. കുഞ്ഞിന് ചെറിയ ഈ ബർഗർ പോലെ അന്ന് ഗുജറാത്തിൽ ഉണ്ടാക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് മേടിച്ച് റെയിൽവേ സ്റ്റേഷന് വാങ്ങിച്ച് കുഞ്ഞിന് കൊടുത്ത്, ആ കുഞ്ഞിന് വെള്ളം മേടിച്ചു കൊടുത്ത്, ഇങ്ങനെ തോളെ കുഞ്ഞിന് ഇട്ടുകൊണ്ട് ഈ ഓരോ സ്റ്റേഷനിൽ ഇറങ്ങി അന്വേഷിക്കുമ്പോഴോ പോലീസുകാർ പറയും, എവിടെയെങ്കിലും ആരെങ്കിലും ആക്സിഡന്റ് മരിച്ചിട്ടുണ്ടോ നോക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും വേശ്യാലയങ്ങളിൽ ചെന്ന് നോക്കുക, അല്ലെങ്കിൽ സിനിമാ തിയേറ്ററിൽ ചെന്ന് നോക്കുക എന്നൊക്കെ പറയുമ്പോഴോ ഹൃദയത്തിന്റെ ആഴമേറിയ വേദന ഉണ്ടാവുകയാണ്. പക്ഷെ എവിടെ നിന്നും ഒരു മറുപടി ലഭിച്ചില്ല. അങ്ങനെ നിരാശനായി അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷന്റെ ബെഞ്ചിൽ ഞാൻ ഇരിക്കുമ്പോഴോ ബലഹീനമായി എൻ്റെ ഹൃദയത്തോട് വിശ്വാസം ഇങ്ങനെ പറയും, നീ ജീവിച്ചിട്ട് എന്താ കാര്യം? നിന്റെ ശുശ്രൂഷ പരാജയമല്ലയോ? നിന്റെ കടിഞ്ഞൂൽ നിന്റെ പൈതല് മരിച്ചു പോയില്ലേ? നീ ഇനി മരിക്കാൻ പറയുന്നു. പെട്ടെന്ന് ഞാൻ ഈ തല തിരിച്ച് നോക്കുമ്പോൾ കാണുന്നത് സ്റ്റേഷന്റെ അതിർത്തിയാ. അതിർത്തി എന്ന് പറഞ്ഞാൽ സ്റ്റേഷന്റെ അകത്ത്, അതിർത്തി കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ ഇരുട്ടുള്ള സ്ഥലമാണ്, അവിടെ ലൈറ്റ് ഒന്നുമില്ല. അപ്പൊ എന്നോട് പറയുന്നത്, നീ അടുത്ത വന്ന ട്രെയിനിന് മുമ്പിൽ നിന്റെ കുഞ്ഞിനെ കൊണ്ട് എടുത്ത് ചാടി മരിക്കുക. ഈ ഒരു ചിന്ത എന്റെ ഉള്ളിലേക്ക്, ബലഹീനമായ മൈൻഡിലേക്ക് സാത്താൻ ഇട്ടുതരുകയാണ്. ഈ സമയം ഞാൻ അതെന്ന് തീരുമാനമായി. കാരണം എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞാല് ഞാൻ ആരോട് പറഞ്ഞാലും ആരും വിശ്വസിക്കത്തില്ല. അങ്ങനെ ഒരു കണ്ടീഷനെ എന്നെ പിശാചം ഉറപ്പിച്ചു. എന്നാൽ അന്ന് ഞാൻ എൻ്റെ മൊബൈലും നോക്കിയാണ്, ഞാൻ പറഞ്ഞത് ചെറിയ നോക്കിയുടെ മൊബൈല്, അതിന്റെ ചാർജിൽ നഷ്ടമായി. അന്നത്തൊക്കെ സ്റ്റേഷനകത്ത് ചെറിയ STD ബൂത്തുകളുണ്ട്, ചെറിയ ബോക്സ് പോലെ ഉണ്ടാക്കിയ STD ബൂത്തുകളുണ്ട്. ഞാൻ അവിടെ ചെന്നു എൻ്റെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ വലിയ പ്രാർത്ഥന ശബ്ദം കേൾക്കാം. ഞാൻ പറയും, മൂത്ത ചേട്ടനോട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരുന്നില്ല. ചേട്ടൻ ഫോൺ എടുത്തു, നീ എവിടെയാ? ഞാൻ ഇവിടെ അഹമ്മദാബാദിലെ, ഞാൻ അങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞു. ഫോൺ കട്ട് ചെയ്തു. പെട്ടെന്ന് ഞാൻ ഫാദർലോയുടെ വീട്ടിലേക്ക് വിളിച്ചു. മമ്മിയാ ഫോൺ എടുത്തത്. മമ്മി ഫോൺ എടുത്തിട്ട് അല്ലേലിയോ പറഞ്ഞു. ഞാൻ ചെന്താ മമ്മി പറഞ്ഞു, ദൈവം നമ്മുടെ കുഞ്ഞിനെയും സുജയെയും സുരക്ഷിതമായി നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നെന്ന് പറയും. അന്ന് ആ കത്തുദാസനോട് പറഞ്ഞ ആലോചന, ദൈവം തന്റെ ദൂതനെ അയച്ചു വിടുവിക്കും. എൻ്റെ പ്രിയപ്പെട്ടവള്
യാതൊരു സ്വബോധമില്ലാതെ ഈ ഇളയ 1 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ എടുത്തുകൊണ്ട് 6 കിലോമീറ്റർ നടന്ന് ആ നെല്ലൂർ ഒരു ഗ്രാമത്തിലെ ഒരു വിജയമാണ്. ആ നെല്ലൂർ ഒരു ഗ്രാമത്തിലെ ഒരു ബസ് സ്റ്റാൻഡിലേക്ക് ചെന്ന് നിൽക്കുകയാണ്. അവൾക്ക് 4 ഭാഷ അറിയാം, 5 ഭാഷ അറിയാം, 3 ഭാഷ ട്രാൻസ്ലേഷൻ ചെയ്യും, തെലുങ്ക് അല്പം അറിയാം. ഇന്ന് രാവിലെ തെലുങ്ക് അതെ ഈ മുല്ലപ്പൂ വിൽക്കാൻ വന്ന ചില സഹോദരിമാരുണ്ട്. അവരൊക്കെ ചുറ്റും കൂടി നിൽക്കുകയാ. അവർ ചോദിക്കുന്നുണ്ട്, പക്ഷെ ഒരു മറുപടിയും പറയുന്നില്ല. അങ്ങനെ ബേള് പിടിച്ച് ഏതോ വഴിതെറ്റി വന്നിട്ട് ചുറ്റും നോക്കുക. വഴിതെറ്റി വന്നത് കൊണ്ട് ചുറ്റും നോക്കി, എവിടെയാണെന്ന് പോലും അറിയത്തില്ല. കുഞ്ഞു ആടിത്തളർന്ന് കിടക്കുകയാണ്. കുഞ്ഞിനെ ആ റെയിൽവേയുടെ ക്യാൻറ്റീന്ന് വാങ്ങിച്ചു കൊടുത്ത പാലിന്റെ കുപ്പിയുണ്ട്. ഒരു തുള്ളി പാല് കൊടുത്തിട്ടില്ല, തന്റെ പാല് കൊടുത്തിട്ടില്ല. കുഞ്ഞിങ്ങനെ വാടി തളർന്ന് 1 വയസ്സ് പ്രായമുള്ള കുഞ്ഞിന് തോളെ കിടക്കുന്നു. ആ കുഞ്ഞിനെ ബലത്തോട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുക. പിന്നെ തന്റെ തോളിൽ ഒരു ചെറിയൊരു ബാഗ് കിടപ്പുണ്ട്. ആ ബാഗും അത് കിടപ്പുണ്ട്. ആൾക്കാർ പലരും വന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ആരും ചോദിച്ചിട്ട് ഒരു മറുപടിയും പറയുന്നില്ല. ഇങ്ങനെ ഇരിക്കുമ്പോഴോ നിങ്ങൾ ഇപ്പോഴും ഗൂഗിളിൽ നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ കാൽവറി പെന്തക്കോസ്ത് എന്നൊരു ചർച്ചുണ്ട് ഈ നെല്ലൂര്. അവിടെ നിന്ന് അന്ന് 1000-ലധികം ദൈവമക്കളുള്ള സഭയാ. പാവപ്പെട്ട വിശ്വാസികൾ കൂടുന്ന ഒരു സഭയാണത്. അവിടുത്തെ ദൈവദാസൻ, ആ ദൈവദാസി, അവിടെ ദൈവമക്കള് അനേകര് അവിടെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരും. നമ്മുടെ പ്രത്യേകത കൂലിപ്പണിക്ക് പോകുന്നവരൊക്കെ നേരത്തെ കിടന്നുറങ്ങിയിട്ട് അവര് അതിരാവിലെ എഴുന്നേക്കും. ഭക്ഷണമൊക്കെ പാകം ചെയ്തിട്ട് ആ ഭക്ഷണം ഒരു ദൈവത്തിന്റെ ആലയത്തിൽ അവിടെ വന്ന് പ്രാർത്ഥന കഴിഞ്ഞിട്ട് പലരും പല വിശ്വാസികളും പല സ്ഥലങ്ങളിലേക്ക് പണിക്കായിട്ട് പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് 2 ദൈവദാസന്മാരെ എന്നും ട്രാക്ട് കൊടുത്ത് ഈ ദൈവത്തെ അറിയാത്ത ജനത്തിന് ട്രാക്ട് കൊടുക്കാനായി പറഞ്ഞു വിടാറുണ്ട്. അങ്ങനെ പറഞ്ഞു വിട്ടതിൽ 2 പേര്, ഒരാളുടെ പേര് തീമത്തി എന്ന് പറയും. ആ കർത്തദാസൻ ഇതിന്റെ കൂടെ ഒരു സഹോദരനെ കൂട്ടി ഒരു പാസ്റ്റർ പ്രാർത്ഥിച്ചു വിടുമ്പോഴോ ആ ദൈവദാസന്റെ ഹൃദയത്തോട് പരിശുദ്ധാത്മാവ് ഇടപെടാൻ തുടങ്ങി. ഇന്ന് നമുക്ക് ബസ് സ്റ്റാൻഡിൽ ചെന്ന് ട്രാക്ട് കൊടുത്ത് അവിടെ നിന്ന് തുടങ്ങാം. അത് വലിയൊരു ദൈവനിയോഗമായിരുന്നു. കാരണം എൻ്റെ പ്രിയപ്പെട്ടവള് ആ വഴിതെറ്റി ചെന്ന് നിൽക്കുന്ന സ്ഥലം അതാ. കാരണം ദൈവം ആ ദൈവദാസന്മാരെ അവിടെ അയച്ചു. അവരും വന്നിട്ട് ഇവരെ കണ്ടിട്ട് തിരിച്ചു പോകുമ്പോൾ ആ ദൈവദാസനോട് വീണ്ടും പരിശുദ്ധാത്മ ഇടപെടുകയാ. നീ അല്പം കൂടെ ചെന്ന് ഫ്രണ്ടിലേക്ക് ചെന്ന് നോക്കാൻ പറഞ്ഞു. അവർ ദൂരെ നോക്കിയപ്പോഴും ഒരു സഹോദരി ചുറ്റും ആൾക്കാർ കൂടി നിൽക്കുന്ന ഒരു കുഞ്ഞുണ്ട്, കയ്യിലുണ്ട്. എന്തെന്ന് അവർക്ക് മനസ്സിലായില്ല. ജസ്റ്റ് അവർ നോക്കിയിട്ട് പോകുമ്പോഴാണ് ദൈവാത്മാവിൽ നിന്ന് സംസാരിക്കുന്നത്. അവർ മുന്നോട്ട് കടന്നു വന്ന് നോക്കുമ്പോൾ തന്റെ ബാഗ് തുറന്നു കിടക്കുന്ന അതിനകത്ത് ഒരു ചെറിയ ബൈബിള് കിടക്കുന്ന കണ്ടു. പെട്ടെന്ന് അവർക്ക് മനസ്സിലായി ഏതോ വഴിതെറ്റി വന്നതാണ്. ഉടനെ അവര് ചെന്ന് തെലുങ്കിൽ സംസാരിച്ചു. ഒന്നും മറുപടി പറഞ്ഞില്ല. ആ കുഞ്ഞിനെ അവർ ചോദിച്ച് കൊച്ചിനെ എടുത്ത് പരിചയക്കാരെ പോലെ അവരെ കൈ കൊടുത്തു. അവരിങ്ങനെ ആംഗ്യം കാണിച്ചു വരാൻ പറഞ്ഞു. അവർ കൊണ്ടെത്തിക്കുന്ന ആ ചർച്ചിലാണ്. ആ പാസ്റ്റാങ്കളും പാസ്റ്റാന്റിയും അവിടെ ഉണ്ട്. ആ പാസ്റ്റിന്റെ അടുക്കെ ചെന്നിട്ട് പറഞ്ഞ്, ഞങ്ങൾ വഴി തെറ്റി വന്നതാ, ഒന്നും അറിയത്തില്ല. ഞാൻ പല കാര്യങ്ങൾ ചോദിച്ചിട്ടൊന്നും മറുപടി പറഞ്ഞില്ല. ഞങ്ങൾ കൊച്ചിനെ ചോദിച്ചു, കൊച്ചിനെ തന്നു, കൈകൊണ്ട് ആംഗ്യം കാണിച്ചു, ഞങ്ങളുടെ പുറകെ വന്നു, ചർച്ചിൽ വന്നു. അവിടെ ഇരുത്തിയേക്കുക. പാസ്റ്റർ പല കാര്യങ്ങൾ ചോദിച്ച് ഹിന്ദിയിൽ സംസാരിക്കുന്നു, തെലുങ്കിൽ സംസാരിക്കുന്നു, മറുപടി ഒന്നും പറയുന്നില്ല. ആ സന്ദർഭത്തില് ആ പാസ്റ്റർ പറഞ്ഞു ഒരു ചായ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. ആ ചായ ഇട്ട് കൊടുത്തപ്പോൾ ആ ചായ മേടിച്ച് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാഗ് എടുത്ത് താഴെ വെച്ചു. പെട്ടെന്ന് പാസ്റ്റർ ബാഗ് എടുത്ത് പരിശോധിക്കാൻ തുടങ്ങി. എന്തെങ്കിലും അഡ്രസ്സ് കിട്ടുമോ, ഫോൺ നമ്പർ കിട്ടുമോ? അങ്ങനെ എൻ്റെ വിസിറ്റിംഗ് കാർഡ് കിട്ടി. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നോക്കിയുടെ ചെറിയ മൊബൈൽ അന്നുണ്ടായിരുന്നു. ചാർജ് നഷ്ടപ്പെട്ട്, പക്ഷെ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അവർ നിരാശയായിട്ട് ഇരിക്കുമ്പോൾ ആ ബൈബിള് പാസ്റ്റാൻഡി പറഞ്ഞ ബൈബിൾ ഒന്ന് എടുത്തി, അതിനകത്ത് എന്തെങ്കിലും കാണും, എന്തെങ്കിലും ചർച്ചിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടും. ഉടനെ തുറന്നു നോക്കുമ്പോൾ ആ അമ്മച്ചി പറഞ്ഞ പോലെ എഴുതി വെച്ച ആ പേപ്പർ അവരെ കൈ കിട്ടി. അവർ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് എന്റെ ഫാദറിലോയെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ മോളും ഒരു കുഞ്ഞിനും ഞങ്ങളുടെ കൈ കിട്ടിയിട്ടുണ്ട്. രാവിലെ ഞങ്ങള് ഒരു സഹോദരനെ കൂട്ടി, ഒരു പാസ്റ്ററിനെ കൂട്ടി ചെന്നൈ സെൻട്രലിലേക്ക് വിടാം, അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. ദൈവം ചെയ്യുന്ന നന്മകളാണ്.
കാരണം ദേവദാസൻ പറഞ്ഞു ദൈവം തന്റെ ദൂതനെ അയച്ചു വിടുവിക്കുമെന്നാണ്. ദൈവമക്കളെ, നാം ഏതെല്ലാം സാഹചര്യത്തിലൂടെ കടന്നുപോയാലും, ഏതെല്ലാം കഷ്ടതയിൽ കൂടെ നമ്മൾ കടന്നുപോയാലും, നമുക്ക് വേണ്ടി ഒരു സൈഡിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവം ചില നീക്കുപോക്കുകൾ വെച്ചിട്ടാണ് ചില തീച്ചൂളയിൽ കൂടെ നമ്മളെ കടത്തി വിടുന്നത്. നമ്മൾ ഓർക്കും ഈ തീച്ചൂളയുടെ നടുവിൽ നാം വെന്തുപോകും, നാം ഇനി പുറത്തേക്ക് വരികയില്ലെന്ന് ശത്രു പിശാച് നമ്മെ കുറിച്ച് പറയും. പക്ഷെ ദൈവത്തിന് നമ്മെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. നമ്മെ ദൈവം വിളിച്ചു വേർതിരിച്ച ദൈവമക്കളാക്കി തീർത്തു എങ്കിൽ ഈ പ്രതികൂലത്തിന്റെ നടുവിൽ അതിന്റെ അപ്പുറത്തൊരു വഴി തുറന്നു വെച്ചുകൊണ്ടാണ് ദൈവം നമ്മളെ കഷ്ടത കൂടെ കടത്തിവിടുന്നത്. അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന ശ്രോതാക്കളെ, തീച്ചൂളെ കൂടെ കടന്നു പോകുന്ന അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ മടുത്തു പോകരുത്. അപ്പുറത്ത് വലിയ വാതിലുകളും വഴികളും നീക്കുപോക്കുകളും ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടാണ്. കാരണം ഞാൻ അനുഭവത്തിൽ നിന്നാണ് നിങ്ങളോട് പറയുന്നത്. ഞങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ എന്റെ വൈഫിനെ ഭ്രാന്തി എന്ന് വിളിച്ചവരുണ്ട്, വട്ടെന്ന് പറഞ്ഞ് വിളിച്ചവരുണ്ട്. ഞങ്ങളന്ന് കേരളത്തിലെ അന്ന് ഏറ്റവും വലിയ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ കോലഞ്ചേരി മെഡിക്കൽ മിഷനിലെ ആർ നമ്പൂതിരിപ്പാട് എന്ന് പറയും, അദ്ദേഹത്തിന്റെ അടുക്ക് കൊണ്ടുപോയതാണ്. അദ്ദേഹം ഞങ്ങൾക്ക് കൈകൂപ്പി ഇനി ഒരു രക്ഷയും, എന്റെ ട്രീറ്റ്മെന്റ് അനുസരിച്ച് ഇനി ഒരു രക്ഷയും ഇല്ലെന്ന് പറഞ്ഞു. അവിടെ തൊടുപുഴ തന്നെ ഒരു ഐസക് സാറുണ്ട് AG-യിലെ. അദ്ദേഹം മെന്റൽ ഹോസ്പിറ്റൽ പോലെ മാനസിക രോഗികളെ കൊണ്ടുവന്ന് ഹിപ്നോട്ടിസം പഠിപ്പിക്കുന്ന സാറാ. അദ്ദേഹത്തിന്റെ അടുക്ക് 2 പ്രാവശ്യം കൊണ്ടുപോയി. പക്ഷെ അദ്ദേഹം എന്നെ വഴക്ക് പറഞ്ഞു, പാസ്റ്റർ ഇത് പ്രാർത്ഥന കൊണ്ട് മാറത്തില്ല, ഇത് മെഡിസിൻ കൊണ്ട് മാറത്തുള്ളൂ എന്നൊക്കെ എന്നോട് അന്ന് പറഞ്ഞു. പക്ഷെ അവിടെയും അദ്ദേഹവും ഞങ്ങളെ കൈവിട്ടു. പക്ഷെ അനേക കുമ്പനാട് കൺവെൻഷന്റെ പല വട്ടം കൊണ്ടുവന്നു. മഹായോഗം ഇങ്ങനെ പ്രാർത്ഥിക്കും. ജോൺസൺ പാസ്റ്ററിന്റെ വൈഫ് അല്പം മാനസിക അസുഖങ്ങളെ ഭാരപ്പെടുന്നു, മഹായോഗം പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച് പല ദൈവദാസന്മാർ ഞങ്ങളെ വന്ന് കാണും, പ്രാർത്ഥിക്കും. അങ്ങനെ നിരാശയോടെ എത്രയോ പ്രാവശ്യം കടന്നുപോയി. പലരും കേട്ടും ഞങ്ങളെ കേട്ടുമറിഞ്ഞും നിങ്ങളെക്കുറിച്ച് വെളിപ്പാടുണ്ടായ ദർശനം കിട്ടി എന്ന് പറഞ്ഞ് വന്ന് പ്രാർത്ഥിച്ചു പോയി അനേകരുണ്ട്. പക്ഷെ അവിടെയൊന്നും ഒരു വിടുതലും കണ്ടില്ല. അങ്ങനെ ഒടുവിൽ ഞാൻ വിജയവാഡയിൽ നിന്നോ ഞാൻ വീണ്ടും ചെന്നൈ കടന്നു വന്നു. വൈഫ് ഹൗസിൽ കടന്നു ചെന്ന് പ്രിയപ്പെട്ടവളെ കണ്ട് ഞങ്ങൾ കെട്ടിപ്പിടിച്ച് ഒറ്റ നേരം കരഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുത്ത് ആ സമയത്ത് ഞങ്ങൾക്ക് ചില മാസങ്ങൾ അവരെ കൂടെ നിർത്തിയ ശേഷം ഞാൻ തിരിച്ച് വീണ്ടും ഞാൻ ഗുഡ്ഗാവിലേക്ക് കൊണ്ടുവന്നു. ഗുഡ്ഗാവിൽ കൊണ്ടുവന്ന ശേഷം ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, ഒന്നില്ലെങ്കിൽ ദൈവം പൂർണ്ണമായ വിടുതൽ നൽകി തരണം, അല്ലെങ്കിൽ ശുദ്ധീകരിച്ച് ദൈവസന്നിധിയിൽ ചേർക്കണം. കാരണം നിരാശ ഇങ്ങനെ കഷ്ടപ്പെടുവാൻ ദൈവം ഞങ്ങളെ സമ്മതിക്കരുത്. ദൈവം ഞങ്ങൾക്ക് ശുശ്രൂഷ തന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളിൽ പൂർത്തീകരിക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തോട് പറഞ്ഞ് 21 ദിവസം കൂടെ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. ഞാൻ ആദ്യം ഓർപ്പിച്ചല്ലോ, 3 ദിവസം ഉപവാസം പ്രാർത്ഥനയും. എന്നാൽ ഈ തീരുമാനം ദൈവത്തോട് ചോദിച്ച് 17ാമത്തെ ദിവസം രാത്രി ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങുമ്പോൾ 2 മണി കഴിഞ്ഞ് ഒരു മനുഷ്യൻ വന്ന് എന്റെ തോളി ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞ എന്റെ പുറകെ ഇറങ്ങി വരാൻ പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് അദ്ദേഹത്തിന്റെ പുറകെ നടക്കുകയും അദ്ദേഹം എന്നെ കൊണ്ടുപോകുന്നു. ഞാൻ ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്? ഒരു മറുപടിയും പറഞ്ഞില്ല. തിരിഞ്ഞു നോക്കി ചിരിക്കും. ചെറിയൊരു നദി എന്നെ കടത്തി. നല്ല മനോഹരമായൊരു നദി, മുട്ടിന് താഴെ വെള്ളമുള്ളൂ. ഞങ്ങൾ 2 പേരും അക്കരെ കടന്നു. അക്കരെ കടന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, അത് ആ കാണുന്ന കുന്നിന്റെ മുകളിൽ ജീവവർഷത്തിന്റെ ചെടിയുണ്ട്, പോയി പറിക്കാൻ പറഞ്ഞു. ഞാൻ ആ കുന്നിന്റെ മുകളിലേക്ക് ചെല്ലുക. കാരണം നോക്കുമ്പോൾ മഴയൊക്കെ വന്ന് നമ്മുടെ നാട്ടില് പുല്ലുകൊണ്ട് നിറഞ്ഞു നടക്കുന്ന ഒരു കുന്നാണ്. ആരോ ഒരാൾ കടന്നുപോയതായ ഒരു വഴി അവിടെയുണ്ട്. അതിൽ കൂടെ ഞാൻ കടന്നുപോയി. മോളിൽ ചെന്ന് ഞാൻ കാണുന്നത് 2 വയോധികരെ അപ്പച്ചന്മാര്. ഒരു ചെറിയ കുടിലത്. ഒരാള് പഴയ ഒരു ഡെറിയിൽ ചുരുണ്ടുകൂടി കിടക്കുകയാണ്. വേറൊരു അപ്പച്ചൻ ഒരു പഴയ കസേരയിൽ ഇങ്ങനെ അവശനായി കിടക്കുന്നു. ഞാൻ ഈ കസേര ഇരിക്കുന്ന അപ്പച്ചന്റെ അടുക്ക് ചെന്നിട്ട് പറഞ്ഞു, അപ്പച്ച, ഞാൻ വന്നത് ഈ ജീവവൃക്ഷത്തിന്റെ ചെടി പറിക്കാനാണ്. ഉടനെ ആ കസേര ഇരിക്കുന്ന അപ്പച്ചന് ഇങ്ങനെ വിറയ്ക്കുന്ന കൈ കൊണ്ട് ചൂണ്ടിയിട്ട് എന്നോട് പറഞ്ഞു, ആ കിടക്കുന്ന ആളുടെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ കിടക്കുന്ന ആള് തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് കണ്ണു തുറക്കുന്നത് എന്റെ മിസ്സിസിന്റെ തലയിൽ എന്റെ കൈ ഇരിക്കുന്നതാണ്. ദൈവമക്കളെ, 2007
നവംബർ മാസം 10-ാം തീയതി ദൈവം അത്ഭുതകരമായ വിടുതല് ഞങ്ങൾക്ക് ദൈവം നൽകി തന്നു. കഴിഞ്ഞ ദീർഘവർഷം 7 വർഷം ഞങ്ങൾ അനുഭവിച്ച കഷ്ടത, ഞങ്ങൾ അനുഭവിച്ച മാനസിക പ്രയാസങ്ങള്, ഞങ്ങൾ കടന്നുപോയ തീച്ചൂളകള്, ഞങ്ങളുടെ നേരെ ആഞ്ഞടിച്ച കൊടുങ്കാറ്റുകള്, എന്റെ നടുവിൽ ശാന്തിയില്ലാതെ, കർത്താവ് ഞങ്ങൾക്കൊരു വിടുതലില്ലാതെ 7 വർഷം ഞങ്ങൾ അനുഭവിച്ചുവെങ്കിലും പിന്നീട് സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായ സാക്ഷ്യത്തോടുകൂടെ വിടുതലിലൂടെ ഞങ്ങളെ കൊണ്ടുവരുവാൻ സ്വർഗമിടയാക്കി. അതെ, ദൈവം നമുക്കൊരു ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. നാം എത്ര പ്രാർത്ഥിച്ചാലും ദൈവത്തിന്റെ നിയോഗം അനുസരിച്ച്, ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് നാം ചില വഴിയിൽ കൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ആ വലിയ അനുഭവങ്ങൾ പ്രാപിപ്പാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ചില രോഗങ്ങൾ കൂടെ നിങ്ങൾ കടന്നു പോയേക്കാം, ചില പ്രതിസന്ധിയിൽ കൂടെ നിങ്ങൾ എന്നെ കേൾക്കുന്നവർ കടന്നു പോയേക്കാം. പക്ഷെ നിങ്ങൾക്ക് നമ്മൾ ആഗ്രഹിക്കും പെട്ടെന്നൊരു വിടുതൽ കിട്ടണം. പക്ഷെ ദൈവം ചില കുറിപ്പുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ സമയമാകുമ്പോൾ മാത്രമേ വിഷയങ്ങൾക്ക് നമുക്ക് മറുപടി ലഭിക്കുകയുള്ളൂ. അതുവരെ കാത്തിരുന്നാൽ ആ കാത്തിരിപ്പിന്റെ അനുഭവം പിന്നെ വലിയ മധുര്യമുള്ളതായിരിക്കും. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം ഞങ്ങളെ വിടുവിച്ചു അനുഗ്രഹിക്കപ്പെട്ട സൂക്ഷിക്ക് വേണ്ടി ദൈവം ഞങ്ങളെ കരങ്ങൾ എടുത്തതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാ. അനവധി കഷ്ടങ്ങൾ കൂടെ കടന്നുപോയി. അതിനുശേഷം ഞാൻ ഗുഡ്ഗാവിൽ ഇരിക്കുന്ന സമയത്ത് 2009 ഞങ്ങൾ വലിയ വിടുതലൊക്കെ പ്രാപിച്ചു വന്ന ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ അനേക സ്ഥലങ്ങളിലേക്ക് ഈ ടെസ്റ്റ് മണി ഷെയർ ചെയ്യുവാനൊക്കെ കടന്നു പോകും. എന്നാൽ ഒരു ദിവസം ഞങ്ങൾ സഭായോഗം കഴിഞ്ഞ് ഞങ്ങൾ വൈഫ് എന്നോട് പറഞ്ഞ, അച്ഛൻ നമുക്കിന്ന് കുറച്ച് ട്രാക്റ്റുമായിട്ട് ഒരു പാർക്കിലേക്ക് കടന്നു. കാരണം വലിയ വലിയ സമ്പന്നന്മാര് വന്നിരിക്കുന്ന ഒരു പാർക്കുണ്ട് അവിടെ വലിയ അവിടെ ഇംഗ്ലീഷിന്റെ ട്രാക്റ്റും ഇംഗ്ലീഷിന്റെ പുതിയ നിയമങ്ങളായിട്ട് ഞങ്ങൾ പോകുന്ന സമയത്ത് മിക്കപ്പോഴും ഞങ്ങൾ അവിടെ പോകാനുള്ള സമയമാണ്. പക്ഷെ അന്നത്തെ ദിവസം ഞങ്ങൾ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 പേര്, ഞാൻ 2 കുഞ്ഞുങ്ങളും വൈഫും പോകുന്ന സമയത്ത് എന്നും പോകുന്ന സ്ഥലം പെട്ടെന്ന് എനിക്ക് എന്റെ കാഴ്ച ഇങ്ങ് മങ്ങിപ്പോയി, വഴി തെറ്റിപ്പോയി. ഞാൻ എത്ര ഊഹിച്ചു നോക്കിയിട്ടും എനിക്ക് വഴി അമർത്താൻ പറ്റുന്നില്ല. അപ്പൊ വൈഫനോട് പറഞ്ഞു, അച്ഛാ നമ്മുടെ വഴി തെറ്റിപ്പോയി, നമ്മൾ എത്രയോ പ്രാവശ്യം വന്നത് അവിടെ. അങ്ങനെ ഞങ്ങൾ യൂടേൺ എടുക്കുന്ന സമയത്ത് പുറകിൽ നിന്നൊരു കാറ് വന്ന് ഇടിച്ച് ഞങ്ങൾ 4 പേരും തെറിച്ചുപോയി. നിങ്ങൾ ഓർക്കണം, ജയ്പൂർ ഹൈവേ ആണ്. 100-120 കിലോമീറ്റർ സ്പീഡില് വാഹനങ്ങൾ ചീറിപ്പായുന്ന സ്ഥലത്ത് ഞാൻ തെറിച്ച് 13 മീറ്റർ മുമ്പിൽ പോകുന്ന ഒരു കാറിന്റെ പുറത്തെ ബോണറ്റിൽ വന്ന് വീണ് ഞാൻ കിടക്കുകയാണ്. വൈഫ് വേറെ സ്ഥലത്ത് പോയി. അന്ന് വൈഫ് സാരിയാണ് കൊടുത്തത്. അവിടെ സാരിയെല്ലാം ബൈക്ക് ചുറ്റി വെറും പാവാടയും ബ്ലൗസും മാത്രം. എൻ്റെ ഇളയ കുഞ്ഞിനു 5 മിനിറ്റ് കഴിഞ്ഞാണ് എൻ്റെ കുഞ്ഞിനെ കിട്ടുന്നത്. കുഞ്ഞുങ്ങൾക്കൊക്കെ പരിക്കായി. പെട്ടെന്ന് എൻ്റെ തല നെറ്റി തകർന്ന് എൻ്റെ കണ്ണടഞ്ഞു പോയി. എൻ്റെ വലത്തെ കൈ പൊടിഞ്ഞ് ഈ ഷോൾഡറിന് അവിടെ വെച്ച് പൊടിഞ്ഞു പോയി. കൈ എന്തേ നോക്കിയിട്ട് കൈ കാണാൻ പറ്റും, എൻ്റെ കണ്ണടഞ്ഞു പോയി. പെട്ടെന്ന് ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ എനിക്കറിയാം അടുത്ത സ്റ്റേജ് ഞാൻ കോമയിലേക്ക് പോകും. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ബലഹീനതകളും കുറവുകളുണ്ടെങ്കിലോ കർത്താവിനെ ശുദ്ധീകരിക്കണമെന്ന് ഞാൻ ദൈവത്തോട് ഞാൻ നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് അടുത്ത നിമിഷം എന്നെ പെട്ടെന്ന് അവര് ICUലേക്ക് കൊണ്ടുപോകുകയും. എന്നാൽ കോമ സ്റ്റേജിലേക്ക് ഞാൻ പോയില്ല. ബോധം പോയെങ്കിലും കോമ സ്റ്റേജിലേക്ക് പോയില്ല. ദൈവം ഞങ്ങളെ അത്ഭുതകരമായോട് വിടുവിച്ചു. എന്നാൽ അന്ന് ഒരു സൺഡേ ദിവസമായതുകൊണ്ട് അവിടെ ഉങ്കൽ എന്നൊരു ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ ആയിരുന്നത്. ഞങ്ങളെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തത്. അവിടെ ഒരു ഇടയ്ക്ക് വിസിറ്റിങ്ങിന് വരുന്ന ഒരു ഡോക്ടറുണ്ട്. അദ്ദേഹം ഒരു വിശ്വാസിയാണ്, നാഗാലാൻഡുകാരൻ. അദ്ദേഹം ഒന്ന് എന്നെ കാണാൻ വന്നതല്ല, എന്നാൽ ഒരു വിസിറ്റിങ്ങിന് വേണ്ടി അവിടെ വന്നപ്പോഴോ അത് വസന്ത കുഞ്ഞു എന്ന ചർച്ചിലെ ഒരു മെമ്പറാണ്. ആ ചർച്ചിലെ വേറൊരു ബിജു എന്ന് പറഞ്ഞൊരു അച്ഛനെ എന്നെ കാണാൻ കടന്നു വന്നു. അദ്ദേഹത്തെ വഴി വെച്ച് കണ്ടു, ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടു. അദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ട് എന്നെ കാണാൻ വേണ്ടി ഈ ICUലേക്ക് കടന്നു വന്നു. എന്നെ കണ്ട് അന്ന് എനിക്ക് ബോധമൊക്കെ വന്നു. ആ സമയത്ത് എന്നോട് സംസാരിച്ച് പിന്നെ എന്നെ ഓപ്പറേഷൻ ചെയ്യുവാൻ ആ ഡോക്ടറാണ് കടന്നു വന്നത്. അവിടെ ദൈവം ഞങ്ങൾ അത്ഭുതകരമായി വിടുവിച്ചു. പിന്നെ കുഞ്ഞുങ്ങള് വിവിധ ശോധനയിൽ കൂടെ കടന്നുപോയി. 2009 ഞാൻ ഡൽഹി സ്റ്റേറ്റ് വിട്ട് ഞാൻ ഫരീദാബാദിന്റെയും നോയിഡയുടെയും ബോർഡർ ആയിരിക്കുന്ന ബദർപൂർ കടന്നു വന്ന് ഒരു പുതിയ പ്രവർത്തനം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ലോകത്ത് നിന്ന് തന്നെ ആയിരക്കണക്കിന് ആൾക്കാർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനൊരു 40 ദിവസം ഉപവാസം ഇരിക്കുന്ന സമയത്ത് ദൈവാത്മാവിനോട് പറഞ്ഞ് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതിനുശേഷം നീ ഒരു ബ്ലസ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു പ്രയർ ടവർ തുടങ്ങണം എന്ന് ദൈവാത്മാവിനോട് പറഞ്ഞതനുസരിച്ച്
ഒരു പ്രയർ ടവർ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. ഞാൻ ആദ്യം ഓർപ്പിച്ചല്ലോ, ആയിരക്കണക്കിന് ആൾക്കാര് എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ദൈവത്തോട് തീരുമാനമെടുത്ത്, കർത്താവേ, ആർക്കു വേണ്ടിയും ഏത് സമയം എപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിച്ചോളാമെന്ന് ദൈവത്തോട് ഒരു തീരുമാനം എടുക്കുവാൻ ദൈവം കൃപ നൽകി. അന്ന് മുതൽ ഇന്നയോളം അത് ചെയ്തു പോകുന്നു. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം കൃപ നൽകി. നടക്കുന്നു. കുഞ്ഞുങ്ങള്, പിന്നെ വിദ്യാഭ്യാസ സ്കൂളുകള് ഒക്കെ മാറി മാറി. ഞാൻ ബദർപൂർ താമസിക്കുമ്പോൾ തന്നെ ഒരു വർഷം 4 വീടുകൾ മാറേണ്ട വന്നു. സാമ്പത്തിക പ്രയാസങ്ങള്, കുഞ്ഞുങ്ങളെ അയച്ച സ്കൂളില് അത് ഫീസൊക്കെ കൊടുക്കുവാൻ വലിയ പ്രയാസങ്ങൾ നേരിട്ടു. കുഞ്ഞുങ്ങൾ പല സ്കൂളുകൾ മാറി മാറി പഠിക്കേണ്ട വന്നു. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഇളയ മോക്ക് ഒരു ബ്ലീഡിങ്ങിന്റെ അസുഖം കടന്നു വന്നു. 1.5 വർഷം അതിന്റെ ട്രീറ്റ്മെന്റുമായിട്ട് അയാൾ കടന്നുപോയി. എന്നാൽ അവിടേക്ക് ദൈവത്തിന്റെ വലിയ കൃപ ഞങ്ങൾ വെളിപ്പെട്ട് ആ കുഞ്ഞിന്റെ പഠനത്തിനൊക്കെ വലിയ പ്രയാസങ്ങൾ നേരിട്ടുവെങ്കിലും ദൈവം അവിടെയൊക്കെ അവർക്ക് സൗഖ്യം കൊടുത്ത് അങ്ങനെ അവർ പഠിച്ച് അങ്ങനെ മൂത്തവള് റേഡിയോളജി കഴിഞ്ഞു. അവൾ ഒരു ദിവസം പ്രാക്ടിക്കലിന് പോകുന്ന സമയത്ത് ഡൽഹിയിലെ ഔസ്കാസിൽ നിന്നും അത് 2 മെട്രോ കയറി വേണം വീട്ടിലേക്ക് എത്താൻ. അത് ഭൂമിക്കടിയിൽ കൂടെ ഓടുന്ന മെട്രോയാണ്. 40 അടി താഴ്ചയിൽ നിന്നുള്ള ഒരു വലിയ ഒരു വലിയ അവിടെ നിന്ന് മുകളിലേക്ക് അങ്ങനെ കയറി വരുന്ന സമയത്ത് പെട്ടെന്ന് അവള് ആ സ്റ്റെപ്പിൽ നിന്ന് വീഴുവാനിടയായി. ആ വീഴ്ചയില് അവളുടെ സ്പൈനൽ കോഡിൽ ഒരു ബഡ്ജിങ് വന്നു. പിന്നെ അവൾ മുട്ടിന്റെ ചിരട്ട പൊട്ടി. അങ്ങനെ 1.5 വർഷം എന്റെ കുഞ്ഞ് ഒരു സഹായമില്ലാതെ നടക്കാനോ അത് ടോയ്ലറ്റിലൊക്കെ പോകാനൊക്കെ പ്രയാസമായി. അങ്ങനെ ഞങ്ങൾ പല സ്ഥലങ്ങളിൽ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു. എന്നാൽ കഴിഞ്ഞ വർഷം ഈ 2025 ഡിസംബർ മാസം ഒരു ദൈവദാസനോടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെന്നൈയിൽ നിന്ന് വന്നപ്പോഴോ അദ്ദേഹം എന്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അത്ഭുതകരമായ സൗഖ്യമൊക്കെ കിട്ടുവാനിടയായി തീർന്നു. ദൈവം ഞങ്ങളെ നടത്തിയ വിധങ്ങൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. പക്ഷെ സമയങ്ങൾ പോകുന്നതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ദൈവമക്കളെ, ഏത് പ്രതിസന്ധിയിൽ കൂടെ നാം കടന്നുപോയാലും, ഏതെല്ലാം നിലവാരത്തിൽ നാം ആയി തീർന്നാലും, നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ശുശ്രൂഷകളോ നമ്മുടെ പ്രത്യാശയ്ക്കൊന്നും ഭംഗം വരാതെ വണ്ണം ദൈവം നീയോളം നമ്മെ കാത്തു പരിപാലിക്കും. അതുകൊണ്ട് ഈ ആസാദ് പ്രെയർ ലൈനിൽ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായ, നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധിയുടെ നടുവില് ഞാൻ ഒറ്റപ്പെട്ടു പോയി, ദൈവം എന്നെ കൈവിട്ട് കളഞ്ഞോ, ദൈവം എന്നെ ഉപേക്ഷിച്ചോ എന്ന് ഒരിക്കലും ചിന്തിക്കേണ്ട. ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. അതിനായിട്ട് വിശ്വാസ കണ്ണാൽ കാത്തിരിക്കുക. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. ഇപ്പോൾ ഞാൻ IPC ഹരിയാന സ്റ്റേറ്റിനോട് ബന്ധത്തില് ഹരിതവാദിന്റെ ചെറിയൊരു പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് കടന്നു പോകുന്നു. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കണമേ. നോർത്ത് ഇന്ത്യയില് വലിയ പ്രതിസന്ധിയിൽ കൂടെ സഭ കടന്നു പോകുന്നു. 1500-ലധികം ദൈവദാസന്മാർ ജയിലിൽ കിടക്കുന്നു. അനേക ഇവിടെ ഗാസിയാബാദ് കർത്താസിനോർത്ത് എന്നെ വിളിച്ച് പറഞ്ഞു, ഗാസിയാബാദൊക്കെ അറിയാം. ഗാസിയാബാദിൽ ഒരു സഭയിലും ആരാധന നടക്കുന്നില്ല. ഇതുപോലെ UP-ല് അനേക സഭകൾ പൂട്ടപ്പെട്ട് അനേക ദൈവദാസന്മാര് ഓൺലൈനിലാണ് ആരാധന നടത്തുന്നത്. ഇതുപോലെ വെള്ള ഷർട്ട് ഇട്ടുകൊണ്ടൊന്നും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമായി സഭകൾ പൂട്ടപ്പെട്ട് സഭകൾ തകർക്കപ്പെട്ട് ജയിലിൽ പോയ അനേക ദൈവദാസന്മാര്, നമ്മുടെ കർത്തദാസന്മാർ പലരും ജാമ്യത്തിലിറങ്ങിയവർ പലർക്കും അതേ സ്വന്തം ദേശത്തേക്കൊന്നും പോകാൻ പറ്റത്തില്ല. പോലീസുകാർ വിളിക്കുമ്പോൾ കടന്നു പോകണം, അവിടെ ചെന്ന് സൈൻ ഇടണം. അങ്ങനെയൊക്കെ ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. ഇതിനൊരു നീക്കുപോക്ക് ദൈവം കൽപ്പിക്കട്ടെ. ഈ പ്രെയർ ലൈനിൽ കൂടെ ഈ കർത്തദാസൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുമ്പോഴൊക്കെ വടക്കേ ഇന്ത്യയിലെ ദൈവദാസന്മാരെ മിനിസ്ട്രി ഓർത്തുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം. ഒരു വലിയ ഉണർവിന്റെ കാലഘട്ടം നമ്മുടെ രാജ്യത്ത് പൊട്ടിപ്പുറപ്പെട്ട് 145 കോടി ജനങ്ങള് നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷെ എല്ലാവരും ദൈവ സ്നേഹമുള്ളവരായി മാറണം. അത് മാത്രമേ ഈ ഓൺലൈനിൽ കൂടെ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. മറ്റൊന്നും ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ പ്രാർത്ഥിക്കുക. വലിയൊരു മാറ്റം നമ്മുടെ രാജ്യത്ത് സംഭവിക്കട്ടെ. അതിനായിട്ട് നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. നിങ്ങളും എന്നെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കണം. ഞാൻ ആദ്യം ഓർപ്പിച്ച പോലെ വൈഫിന്റെ പേര് നിഷ, മൂത്ത മോള് ആഷിമ, രണ്ടാമത്തെ കുഞ്ഞ് പ്രസ്കില്ല. ഞങ്ങളുടെ ശുശ്രൂഷയും ഓർത്ത് പ്രാർത്ഥിക്കണം. ഇത്രയും സമയം ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തില് ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ അപേക്ഷിച്ചുകൊണ്ട് എനിക്ക് ഇത്രയും സമയം അനുവദിച്ചു തന്ന പ്രിയ കർത്താവിന്റെ ദാസന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. ഒപ്പം ഈ ആസാദ് പ്രെയർ ലൈനെ ഓർത്തുകൊണ്ട് ഞങ്ങൾ എന്നും പ്രാർത്ഥിച്ചോളാം. ഇതിൽ കൂടെ
അനേകർക്ക് ആശ്വാസവും വിടുതലുമായി തീരട്ടെ. ദൈവം അനേക രാജ്യങ്ങളിലേക്ക് ഈ പ്രവർത്തനത്തെ എത്തിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നന്ദിയോടുകൂടി ഇരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു എവരിവൺ. താങ്ക് യു. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. പറയാൻ വാക്കുകളില്ല. സത്യത്തിൽ എനിക്ക് എന്താ പറഞ്ഞ, എൻ്റെ കണ്ണുനീരടക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പാസ്റ്ററുടെ ആ സാഹചര്യം ആലോചിക്കായിരുന്നു. ഓരോ റെയിൽവേ സ്റ്റേഷനിലും ഒരു കൊച്ചു കുഞ്ഞിനെ തോളത്തിട്ടുകൊണ്ട് വൈഫിനെ അന്വേഷിച്ച് നടക്കുന്ന ആ കാഴ്ച എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി പാസ്റ്ററെ. എനിക്ക് അറിയാവുന്ന പല ദൈവദാസന്മാരും ഇതുപോലെ ഭാരങ്ങൾ നേരിടുന്നവരുണ്ട്. എനിക്ക് ഓർമ്മ വന്ന് വില്യം കേറിയ പാസ്റ്ററെ. വില്യം കേറിയുടെ അനുഭവം അതല്ലായിരുന്നു. വില്യം കേറി സുവിശേഷ ദർശനത്തോടുകൂടി ഇന്ത്യയിൽ വന്നു. അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ മാനസികമാകുന്ന ആ സന്തുലനം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു മുറിക്കകത്ത് വൈഫിനെ പൂട്ടിയിട്ടിട്ട് അടുത്ത മുറിക്കകത്തിരുന്ന് ബൈബിൾ ട്രാൻസ്ലേഷൻ ചെയ്യുക. അപ്പുറത്തെ മുറിക്കകത്ത് ആ വൈഫ് ഒത്തിരി ബഹളം ഉണ്ടാക്കും. അതിനിടയിലാണ് അദ്ദേഹം ഒരു റാന്തൽ വിളക്കിൻ്റെ വെട്ടത്തിൽ വേദപുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് പെട്ടെന്ന് വില്യം കേറിയ ഓർമ്മ വന്നത്. വലിയൊരു പരീക്ഷണം, പക്ഷേ അത്ഭുതകരമായൊരു സൗഖ്യവും കിട്ടി അല്ലേ പാസ്റ്ററെ? തീർച്ചയായും പാസ്റ്ററെ, സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് വരെ ആസാദിയിൽ നമ്മൾ ഒരു 1000 സാക്ഷിയിലും നമ്മൾ 3 ലാംഗ്വേജിൽ കൊണ്ടുവന്നിട്ടുണ്ട്. 3 ലാംഗ്വേജ്, 4-5 പ്രോഗ്രാം. പക്ഷെ ഇത്രയും എൻ്റെ ഹൃദയത്തെ ഇടിച്ചുലച്ച ഒരു സാക്ഷ്യം വേറെ ഇല്ലെന്ന് പറയും. ഒത്തിരി നല്ല സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ പാസ്റ്റർ അനുഭവങ്ങൾ വളരെയധികം വ്യത്യസ്തമാകുന്ന ഒരു അനുഭവം. ഇത് സത്യത്തിൽ 1000 കാണേണ്ട സാക്ഷ്യം പാസ്റ്ററെ, 1000 അനുഗ്രഹമാകേണ്ട സാക്ഷ്യം. ഒന്ന്, എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, മാനസിക രോഗം സൗഖ്യമാകുമോ? കഴിഞ്ഞ ദിവസം എന്നോട് ആരോട് ചോദിച്ചു, എല്ലാ മാനസിക രോഗവും പൈശാചിക ബന്ധനമാണോ? ചിലപ്പോൾ ചില മാനസിക രോഗങ്ങൾ പൈശാചിക ശക്തികൾ, ഭൂതങ്ങളുടെ അല്ലേ പ്രവർത്തി കൊണ്ടുണ്ടാകാം. പക്ഷെ എല്ലാ മാനസിക രോഗവും അങ്ങനല്ല. മനസ്സെന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡാണ്. എവിടെയെങ്കിലും അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ അതിൻ്റെ ഒരു ഇക്വിലിബ്രിയം, സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പാസ്റ്ററുടെ വൈഫിന് അതാ സംഭവിച്ചത്. പക്ഷെ ദൈവം അത്ഭുതകരമായിട്ട് പാസ്റ്ററെ ലീഡ് ചെയ്തു. വൈഫിൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കത്തക്കവണ്ണം ലീഡ് ചെയ്തു, സൗഖ്യമായി. അപ്പം എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് പറയുക, ഭൂതബാധ ഉള്ള മാനസിക രോഗം മാത്രമല്ല, ഏത് തരത്തിൽ മനസ്സിൻ്റെ ആ തന്ത്രികൾ താറുമാറായോ അതിനെ സൗഖ്യമാക്കുവാൻ യേശു ഇന്നും ജീവിക്കുന്നു. എനിക്കൊരു 3 പാസ്റ്റേഴ്സിനെ അറിയാം. അവർ പാസ്റ്ററെ പോലെ തന്നെയുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയവർ. അവർ 2 പേര് നമ്മുടെ ചാനലിൽ വന്ന് സാക്ഷ്യം പറഞ്ഞു. ഒരു ദൈവദാസന് 25 വർഷം അദ്ദേഹത്തിൻ്റെ വൈഫിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുഴപ്പമെന്താ, മാനസിക പ്രശ്നമാണ്, പാസ്റ്റർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ ദൈവം ആ ദൈവദാസനെ ഉപയോഗിച്ചു തൻ്റെ ഭാര്യയുടെ മേൽ ഒരു വിടുതൽ കൽപ്പിച്ചാക്കാൻ വേണ്ടി. അനേക പ്രവാചകന്മാർ വന്ന് പ്രാർത്ഥിച്ചത്, പക്ഷെ കർത്താവ് പറഞ്ഞു നീ തന്നെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് എന്താ, ഇന്ന് ആ ദൈവദാസൻ ബന്ധനത്തിൽ കിടക്കുന്ന അനേകരെ വിടുവിക്കുന്ന ശുശ്രൂഷയിലേക്ക് കയറി വന്നു. ഇത് വലിയൊരു സ്പിരിച്വൽ യുദ്ധമാണ് പാസ്റ്ററെ, വലിയ ആത്മീയ യുദ്ധം. ഇത് ലോകമനുഷ്യർക്ക് മനസ്സിലാകത്തില്ല. ആത്മമണ്ഡലം റിയലാ, അദർശലോകം റിയലാ. ശുശ്രൂഷകന്മാരനുഭവിക്കുന്ന വെല്ലുവിളികൾ ആർക്ക് മനസ്സിലാകും? നമ്മളെ പരിഹസിക്കാനും കളിയാക്കാനും അല്ലേ പുറത്ത് കിടന്ന പാസ്റ്റർക്ക് ബുജ്ജിലും റായ്ബറേലിലും ഒക്കെ പോയി കഷ്ടപ്പെടേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇതൊന്നും ആർക്കും മനസ്സിലാകത്തില്ല പാസ്റ്ററെ. പക്ഷേ എത്രയും അധികം പരിഹാസം നമുക്കെതിരെ വരുന്നോ? തീർച്ചയായും പാസ്റ്ററെ, എൻ്റെ വീഡിയോയുടെ താഴെ ആളുകൾ വന്ന് കമന്റ് ചെയ്യും, വേറെ വല്ല പണിയെടുത്ത് ജീവിക്കടാന്ന്. എൻ്റെ വീഡിയോയുടെ താഴെ എത്രയോ കമന്റ്, പണിയെടുത്ത് ജീവിക്കടാ, മനുഷ്യനെ കളിപ്പിച്ച് ജീവിക്കാതെടാ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്ത്. അവർക്കറിയില്ലല്ലോ നമ്മളൊക്കെ അനുഭവിക്കുന്ന ജീവിത പീഡകളും നമ്മൾ സാക്രിഫൈസ് ചെയ്തത് എന്താണെന്നും നമ്മൾ എറിഞ്ഞു കളഞ്ഞത് എന്താണെന്നൊന്നും അവർക്കറിയില്ലല്ലോ. ഇതിൻ്റെയൊക്കെ പ്രതിഫലം ഓരോ കമന്റ് നമുക്കെതിരെ വരുന്നതോടും സ്വർഗത്തിൽ നമ്മുടെ നിക്ഷേപം വലുതാണെന്ന് യേശു കർത്താവ് പറഞ്ഞത്. അതിൽ സന്തോഷമുണ്ട്. ഏതിന് സ്തോത്രം. പക്ഷേ വിട്ടുപോയ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങളിവിടെ 1 വർഷം നമ്മുടെ ആരാധന സ്റ്റോപ്പായി. ഞങ്ങൾ ഇവിടെ ഓക്കല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മസ്ജിദ് ഉണ്ട്. അതിന്റെ കാത്തോലിക്ക പള്ളിയുടെ സെമിനാറിലായിരുന്നു ഞങ്ങൾ ആരാധന നടത്തിക്കൊണ്ടിരുന്നത്. ഒരു സൺഡേയില് അവിടെ 7 വർഷിപ്പാണ് നടന്നുകൊണ്ടിരുന്നത്. എൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ ബഹളം വെച്ച്
പോലീസുകാർ വന്ന് വാണിംഗ് കൊടുത്തു. പിന്നെ അത് സ്റ്റോപ്പായി. പിന്നെ ഞങ്ങൾക്ക് ആരാധനയ്ക്ക് സ്ഥലമില്ല, കിട്ടിയിട്ടില്ല. ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഞങ്ങൾ മാറിക്കൊടുക്കേണ്ട വന്നു. കാരണം അതൊരു ഇന്നത്തെ ഇവിടുത്തെ ഭാരതം ഭരിക്കുന്ന ആൾക്കാരുടെ വീടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ മാറിക്കൊടുക്കേണ്ട വന്നു. പിന്നെ ഒരു വീട് അന്വേഷിച്ച് ഞങ്ങൾ ഒത്തിരി മടുത്തു. 30 വീട് നോക്കിയിട്ടാണ് കിട്ടുന്നത്. പക്ഷെ ഇന്ന് ആരാധനയ്ക്ക് നമുക്ക് സ്ഥലം ആരും തരത്തില്ല. നിങ്ങൾ താമസിച്ചോ, പക്ഷെ ആരാധന നടത്താൻ പറ്റിയല്ല. അങ്ങനെ ഞങ്ങൾ നമുക്ക് ആ കോൺഫറൻസ് ഹാളൊക്കെ കിട്ടും, പക്ഷെ അതൊക്കെ വലിയ എമൗണ്ട് കൊടുത്ത് വേണം എടുക്കാൻ. ഞങ്ങളുടെ ഇപ്പം ചർച്ചിലുണ്ടായ പല സഹോദരങ്ങളൊക്കെ പലയിടത്തേക്കും പറഞ്ഞു വിട്ടു. ഞങ്ങൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക, നല്ല സൂട്ടബിൾ ആയ ആരാധനാലയം തരണം. അത് തന്നെങ്കിൽ മാത്രമേ അവർ നമ്മുടെ അടുത്ത് മടങ്ങി വരുള്ളൂ. കോവിഡിന്റെ സമയത്തൊക്കെ വർഷങ്ങൾ 1.5 വർഷം ഓൺലൈനിലൊക്കെ ഇരുന്ന് ആൾക്കാർ മടുത്തേ. ഇനി അവർ ഓൺലൈനിലൊക്കെ ഇരുന്ന് അവരുടെ വിശ്വാസം ക്ഷീണിച്ചു പോയി കഴിഞ്ഞാൽ ദൈവം നമ്മളോട് ചോദിക്കത്തില്ലേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ അടുത്തുള്ള സഭകളിലൊക്കെ പൊയ്ക്കോ. വളരെ സന്തോഷത്തോടൊക്കെ എല്ലാവരും പോകുന്നു. ഞാനും വൈഫും പിള്ളേരും ഇപ്പോൾ വീട്ടിലിരുന്ന് ആ വാതിലെല്ലാം അടച്ചു പൂട്ടി ശാന്തമായി പ്രാർത്ഥിക്കുന്നു, ആരും അറിയാതെ. പ്രത്യേകിച്ച് ഞങ്ങൾക്കൊരു ഹോള് കിട്ടാനും കൂടെ ഒരു മുഖാന്തരം ദൈവം എടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പാസ്റ്ററെ, 1500 പാസ്റ്റേഴ്സ് ജയിലിലുണ്ടെന്ന് പറയുമ്പോൾ 1500 ചർച്ചസ് ആണ് അഫക്റ്റ് ആയിരിക്കുന്നത്, 1500 വ്യക്തികളല്ല. ഓരോ പാസ്റ്റർമാരുടെ കൂടെ എങ്ങനെ പോയാലും 10, 30, 40 പേരുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ 10,000-കണക്കിന് ആളുകൾ അഫക്റ്റഡ് ആയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ബോംബെയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെയില്ല. പ്രശ്നങ്ങൾ ചെറുതായിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് ഈ മാസം ഞങ്ങളുടെ യൂത്തിൻ്റെ ക്യാമ്പ് നടത്താൻ വേണ്ടി സ്ഥലം അന്വേഷിച്ചിട്ട് ആരും ക്യാമ്പ് സെൻറ്റർ തരാൻ റെഡിയല്ല. എല്ലാവരും തീരുമാനിച്ചേക്കുക ഇനി മീറ്റിങ്ങുകളൊന്നുമില്ലെന്ന്. എല്ലായിടത്തും പ്രതികൂലങ്ങളാണ്. ദൈവം പ്രവർത്തിക്കട്ടെ. ഈ ഗുജറാത്ത് ഭൂകമ്പവുമായിട്ട് ബന്ധത്തിൽ എനിക്ക് ഒരു ചെറിയ അനുഭവമുണ്ട് പാസ്റ്റർ അത് പറഞ്ഞപ്പോൾ എനിക്കത് ഓർമ്മ വന്നു. അതൊരു വെള്ളിയാഴ്ചയായിരുന്നു ഗുജറാത്ത് ഭൂകമ്പം ഉണ്ടായത്. 2001 ജനുവരി 26. ഞാൻ 2001 ജനുവരി 25 വ്യാഴാഴ്ച ഞാൻ അഹമ്മദാബാദിലുണ്ടായിരുന്നു. അപ്പോൾ സത്യത്തിൽ ഞാനന്ന് ജോലി ചെയ്യുക പാസ്റ്ററെ. എൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഒരു ഡയറക്ടറിൻ്റെ ഓഫീസ് അഹമ്മദാബാദില്ല. അപ്പം പുള്ളിക്ക് എന്നെ കാണാൻ വേണ്ടി എന്നെ അഹമ്മദാബാദിന് വിളിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം ബോംബെ വരാൻ അദ്ദേഹത്തിൻ്റെ സമയമില്ല. അദ്ദേഹം പറഞ്ഞു ഫിന്നി അഹമ്മദാബാദിൽ വന്ന് എന്നെ കാണാൻ പറഞ്ഞു. അപ്പം ഞാൻ വ്യാഴാഴ്ച രാവിലെ ഫ്ലൈറ്റിന് അഹമ്മദാബാദിൽ ചെന്നു. നീൽക്കമൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് അവരെന്നെ കൊണ്ടാക്കിയത്, ഞങ്ങളുടെ ഓഫീസിലെ ആളുകൾ. അഹമ്മദാബാദിൽ നീൽക്കമൽ. ഞാൻ അവിടെ നിന്നെല്ലാം ഫ്രഷായി ഓഫീസിൽ പോയി. അദ്ദേഹത്തിന് അന്ന് എന്നെ കാണാൻ സമയം കിട്ടിയില്ല. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഞാൻ ഓഫീസിൽ നോക്കിയിരുന്നു ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി. പക്ഷേ അദ്ദേഹം ഭയങ്കര ബിസിയായിരുന്നു. അതുകൊണ്ട് ഒരു വലിയ ഒരു ഇന്ത്യയിലെ ഒരു വലിയ വ്യവസായ പ്രമുഖനാണ്. അപ്പോൾ അദ്ദേഹത്തെ അങ്ങനെ പെട്ടെന്ന് കയറി കാണാനൊക്കത്തില്ല. അപ്പം എനിക്ക് സമയം കിട്ടിയില്ല. ഞാൻ ഓഫീസിൽ മറ്റ് സ്റ്റാഫിൻ്റെ കൂടെ അന്ന് മുഴുവൻ ഇരുന്നു. വൈകിട്ടായപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ് ഫിന്നി, തിരിച്ചു പോയിക്കോ, അടുത്ത ആഴ്ച ഞാൻ പിന്നെ വിളിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സംഭവിച്ചത്, തിരിച്ചു പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് നെക്സ്റ്റ് ദിവസം ഇവരെടുത്തേക്കുന്നത് 2001 ജനുവരി 26 തിരിച്ചു പോകാൻ എടുത്തേക്കുന്നത്. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് നടത്തില്ല, ഞാൻ വാശി പിടിച്ചു. എനിക്കിന്ന് രാത്രി തന്നെ പോകണമെന്ന് പറഞ്ഞ്. എനിക്കിന്ന് രാത്രി തന്നെ പോകണം, ഞാനിവിടെ സ്റ്റേ ചെയ്യുന്നില്ല. ഇതിനൊരു ചെറിയ കാരണം ഇവിടെ ഉണ്ട്. 2001 ജനുവരി 26 എൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേയാണ്. അപ്പം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്നിച്ചുള്ള ആദ്യത്തെ ബർത്ത്ഡേ ആണത്. അപ്പം എനിക്ക് വലിയ സങ്കടം. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഒന്നിച്ചുള്ള ആദ്യത്തെ ബർത്ത്ഡേക്ക് പുള്ളിക്കാരത്തിൻ്റെ കൂടെ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു എന്ത് പ്രശ്നം വന്നില്ല ഇന്ന് രാത്രി. അങ്ങനെ ഓഫീസിൽ കിടന്ന് വഴക്കുണ്ടാക്കി അവരെ കൊണ്ട് അന്ന് രാത്രിയിലത്തെ ഫ്ലൈറ്റിന് ഞാൻ ബുക്ക് ചെയ്യിച്ച് രാത്രി വെളുപ്പിന് 3 മണിക്ക് ഞാൻ ബോംബെ വന്നു. ലേറ്റായിട്ടാണ് വീട്ടിൽ വന്നു. അതുകൊണ്ട് രാവിലെ ഭൂകമ്പം ഉണ്ടായപ്പം ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങൾ കുറച്ച് ഒരു 8:45, 9 മണിയൊക്കെ ആയപ്പം ഞങ്ങൾക്ക് ഫോൺ വരുന്നു. ഞങ്ങളുടെ പരിചയക്കാരൊക്കെ വിളിച്ചു ചോദിക്കുന്നു നിങ്ങളൊക്കെ സേഫ് ആണോ എന്ന്. ഞങ്ങൾ ഉണർന്ന് നോക്കിയപ്പോൾ ഞങ്ങളുടെ ബിൽഡിങ്ങിലുള്ള ആളുകൾ മുഴുവൻ ഗ്രൗണ്ടിൽ ഇറങ്ങി നിൽപ്പുണ്ട്. പക്ഷെ ഞങ്ങൾ ഈ നല്ല ഡീപ്പ് സ്ലീപ്പ് ആയിട്ട് ഞങ്ങൾ അറിഞ്ഞു വരികയില്ല. പക്ഷേ പക്ഷേ ഞാൻ പിന്നീട് ചിന്തിച്ചു കേട്ടോ, ഈ അഹമ്മദാബാദിൽ ഒരു 750 പേര് മരിച്ചായിരുന്നു അന്ന്. അഹമ്മദാബാദിൽ തന്നെ ഭുജ്, കച്ച് ഡിസ്ട്രിക്റ്റിലൊക്കെ 10,000-കണക്കിന് ആളുകൾ മരിച്ചു. പക്ഷേ ലക്ഷങ്ങൾ ഒത്തിരി പേർക്ക് അപകടം സംഭവിച്ചു. അപ്പം ഞാൻ അന്ന് അഹമ്മദാബാദിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്താണെങ്കിലും ഒരു വലിയ
ട്രോമ എനിക്കുണ്ടാകുമായിരുന്നു. ആ ഹോട്ടലിൽ വീണൊന്നും കാണത്തില്ല, പക്ഷെ 10-70 ബിൽഡിംഗ് അപവാദി വീണെന്ന എൻ്റെ അറിവ്. എന്താണെങ്കിലും ഒരു വലിയ അപകടം, അല്ലെങ്കിൽ അവിടെ ഞാൻ ബ്ലോക്കായി പോകുമായിരുന്നു. കുറഞ്ഞതൊരു ഒരാഴ്ചത്തേക്കെങ്കിലും ഞാൻ ബ്ലോക്കായി പോകുമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ കർത്താവ് അതിൻ്റെ തലേദിവസം എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. അങ്ങനെ ഒരു അനുഭവം ഈ പറഞ്ഞ ഗുജറാത്ത് ഭൂകമ്പവുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്കുമുണ്ട് പാസ്റ്ററെ. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. പാസ്റ്റർക്ക് തന്നെ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, നല്ല സമയത്തിന് നന്ദിയോട് ഞങ്ങളെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഞാൻ സഭ പേരിലെ നേരുവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അഭിഷേക ദാസനായി സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ കർത്താവേ, ഒരു പ്രയർ ലൈൻ തുടങ്ങുവാൻ തക്കവണ്ണം ആ ഹൃദയത്തിൽ ദൈവം കൊടുത്ത വലിയ നിയോഗത്തിനായി സ്തോത്രം. അതനേകർക്ക് ആശ്വാസവും വിടുതലുമായി എന്ന് കേട്ടല്ലോ. എന്റെ മകനെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നത് സൂക്ഷി അനുഗ്രഹിക്കണമേ. എന്റെ ദാസിയെ അനുഗ്രഹിക്കണമേ കർത്താവേ. തന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ആരുടെ മേലും പറഞ്ഞിട്ടില്ലാത്ത അഭിഷേകം, ആർക്കും വെളിപ്പെടാത്ത വചനത്തിന്റെ ആഴമേറിയ വർണ്ണങ്ങൾ വെളിപ്പെടുത്തി ശക്തമേറിയ സൂക്ഷിക്കായി ദൈവം കരങ്ങൾ എടുക്കണമേ കർത്താവേ. ഒരു വാടക ഹോളിലാണ് ആരാധന നടത്തുന്നത്. എന്റെ സ്വന്തമായ ഒരു ആരാധനാലയ ദിവസങ്ങൾ ദൈവം ഒരുക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ കർത്താവേ. ആ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരായി മാറട്ടെ. ഉന്നത ഭാവി അവർക്ക് ഒരുക്കണമേ കർത്താവേ. ആ കർത്തദാസി ദൈവം അനുഗ്രഹിക്കണമേ കർത്താവേ. ആ സഭയെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഈ പ്രോഗ്രാം അനേകർ കാണുവാണ്ടൊക്കെ വണ്ണം, ഓരോ പ്രോഗ്രാം അനേകർ കണ്ട് വിടുതൽ പ്രാപിപ്പാണ്ടൊക്കെ വണ്ണം സ്വർഗം റെഡിയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങനെ മുറിഞ്ഞ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ സഹവാസക്കാവൻ നമ്മളെല്ലാവരുടെ പേരും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ ജോൺസൺ പാസ്റ്റർ മേൽ, തൻ്റെ ശുശ്രൂഷകളുടെ മേൽ, കുടുംബത്തിന്മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്ററെ. ഒത്തിരി നന്ദി പറയുക. ഇത്രയും സമയങ്ങൾ പാസ്റ്റർ ഞങ്ങളോടൊപ്പം സമയം വിനിയോഗിച്ചതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ അനുഗ്രഹമായി തീർന്നു. ആസാദികളുടെ പ്രേക്ഷകർക്ക് അനുഗ്രഹമായി തീർന്നു. താങ്ക് യു പാസ്റ്റർ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷകരോടും ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്.